ഹലോ, ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ എനിക്കൊരു തംസപ്പ് തരുമോ? ഹലോ. ഓഡിബിൾ ആണെങ്കിൽ സക്കീർ നമുക്ക് തംസപ്പ് തന്നു, സുധി തംസപ്പ് തന്നു. ഓൾറൈറ്റ്, പിന്നെയോ നന്ദന, നിതിൻ, റുക്സാന, റോഷ്ല, ദീപിക, ഖദീജ, വഫ. ഓക്കെ, വഫയ്ക്ക് കേൾക്കുന്നുണ്ട്. സിതാര, മനോജ്. ഓൾറൈറ്റ്. ഓക്കെ, ഗ്രേറ്റ്. നമ്മൾ കുറച്ച് പേരും കൂടെ ഈ ഒരു മീറ്റിംഗിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വിൽ ബി ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ലൈക്ക് 5 minutes മാക്സിമം ഫോർ ദം. അതിനുശേഷം നമ്മൾ മീറ്റിംഗ് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, സെഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. എൻ്റെ വീഡിയോ വിസിബിൾ ആണോ എല്ലാവർക്കും? എൻ്റെ വീഡിയോ വിസിബിൾ ആണോ? വീഡിയോ വിസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തംസപ്പ് തരാം. ഓൾ റൈറ്റ്. ഓക്കെ. ടു നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പറ്റിയിട്ട്. സോ ബേസിക്കലി ഇതിൽ ആദ്യമായിട്ട് CSIR എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ആദ്യമായിട്ടാണ് CSIR എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മീന്ന് ടൈപ്പ് ചെയ്തോളൂ ചാറ്റ് ബോക്സിൽ. ആദ്യമായിട്ടാണ് CSIRന് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ജസ്റ്റ് മീ ടൈപ്പ് ചെയ്തോളൂ. സിത്താര, ഓക്കെ, യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. പിന്നെ ഷനില ഉണ്ട്, മനോജ് ഉണ്ട്, നന്ദനയുണ്ട്, ഓക്കെ, വഫ, റുക്സാന, പിന്നെയോ ഖദീജ ഉണ്ട്, പിന്നെയോ ഓക്കെ. ഇപ്പൊ ഇത്രയും പേരാണ് CSIR എക്സാമിന് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾ റൈറ്റ്. ഇനി ഒരു തവണ കൂടുതൽ അല്ലെങ്കിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട്? ഒന്നോ രണ്ടോ തവണ അതിന് മുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? അവർക്ക് മീന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദേവിക ഇതിനു മുമ്പ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ദേവിക മാത്രമാണോ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ? ബാക്കിയുള്ള ആളുകളോ? കുറച്ച് പേരാണ് റെസ്പോൺസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരോ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ, നമുക്ക് ഇതൊരു മീറ്റിംഗ് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആക്കി മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഫസ്റ്റ് തിങ്, എയ്ഫറിന്റെ ഒരു വെബിനാർ അങ്ങനെയല്ല കണ്ടക്ട് ചെയ്യാറ്. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു വെബിനാർ ആക്കാനാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഈ ഒരു വെബിനാർ കഴിഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ വാല്യൂഡേഷൻ ഉണ്ടാവും. അതായത് CSIR എക്സാം എന്താണ്, അതിന്റെ കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത്, എത്ര മാർക്ക് മേടിക്കണം, ഏതൊക്കെ കാറ്റഗറിയിൽ എങ്ങനെയൊക്കെയാണ് സ്കോർ വരുന്നത്, ഈ എക്സാമിന് ഡിഫിക്കൽട്ടി എന്താണ്, ഈ എക്സാമിൽ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ആയിരിക്കും നിങ്ങളുടെ ഈ CSIR എക്സ്പേർട്ട് മിസ് ഫർസാന മാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവാം. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സബ്ജക്ട്സ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത്, നിങ്ങൾ ഏത് ലൈഫ് സയൻസ് ആണോ, ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്ത്. ദേവിക, യു ആർ പ്ലാനിങ് ഫോർ ബയോകെമിസ്ട്രി, ഓക്കെ. അതേഴ്സ് ലൈഫ് സയൻസ് ആണ്, വഫ ലൈഫ് സയൻസ് ആണ്. ബാക്കിയുള്ളവരോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്ത്, എല്ലാവരും എൻഗേജ് ചെയ്ത്. അപ്പൊ അപ്പോഴാണ് നമുക്കൊരു എനർജി ഉണ്ടാവാൻ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, അല്ലേ? ഒരു കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ 2 way ആണ്, അല്ലേ? ജെസിക്ക, ഓക്കെ, ഓൾറൈറ്റ്. മനോജ്, ഷാനില, പിന്നെയോ ഓക്കെ. ഷാനില ടു, ജന്ന ലൈഫ് സയൻസ് ആണ്, ഓക്കെ. സോ വിത്തൗട്ട് ഫെർദർ ഡിലേ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെന്ററിനെ ഈ ഒരു ഡിസ്കഷൻസോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, ഫർസാന എന്നാണ് ആളുടെ പേര്. 3 times നെറ്റ് ക്വാളിഫൈഡും 1 time JRF ക്വാളിഫൈഡ് ആണ് ആള്. ഹൈ, അല്ലേ മാം? ഓക്കെ. അപ്പം മാം ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണലി മാമിന്റെ അടുത്ത് ചോദിക്കണം റിഗാർഡിംഗ് യുവർ എക്സാം, ഓക്കെ, റിഗാർഡിംഗ് എക്സാം നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അതല്ല, ഇഫ് യു വോണ്ട് ടു സ്പീക്ക് അപ്പ്, ഈ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് സംസാരിക്കണം, മുമ്പോട്ട് വന്ന് സംസാരിക്കണം, ഹാൻഡ് റൈസ് ചെയ്താൽ മതി, നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും ഒരു മടിയും വിചാരിക്കേണ്ട. ചില ആളുകൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5 പേരുടെയോ അല്ലെങ്കിൽ 10 പേരുടെയോ കുറേ പേര് ഡൗട്ട്സ് ആയിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ ക്ലിയർഡ് ആവാം. സോ എല്ലാവരും സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എയ്ഫറിന്റെ ഒരു വെബിനാർ കഴിയുന്ന എൻഡിൽ നിങ്ങൾക്ക് എയ്ഫറിന്റെ പ്രോഗ്രാമിലോട്ടേക്കുള്ള അഡ്മിഷൻസിന്റെ ഈ കോഴ്സിനെ പറ്റിയിട്ടും ഇതിന്റെ കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ്, വെബിനാർ പാർട്ടിസിപ്പൻസിന് നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഈ വെബിനാറിന്റെ എൻഡിലോട്ട് ഇരിക്കുക. അത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, പ്രോപ്പർ ആയിട്ട് ബി ലൈക്ക് എ സ്പോഞ്ച്, അബ്സോർബ് വാട്ട് എവർ യു ക്യാൻ. ഒരു ഇൻഫോർമേറ്റീവ് ആയ സെഷൻ ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സോ ഓവർ ടു യു മാം. Okay, thank you, Rekha. Yes, good evening, all of you. എല്ലാരും സെറ്റ് ആണല്ലോ അല്ലേ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? യെസ്.
thumbs up തരുന്ന എല്ലാവരും. ഫസ്റ്റ് ഓഫ് ഓൾ രഘുല് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടാണ് നമ്മളിത് കൊണ്ടുപോകേണ്ടത് കേട്ടോ. നിങ്ങളുടെ കുറെ ഡൗട്ട്സുകൾ ഉണ്ടാവും. സോ ഓരോ പോയിന്റ് നമ്മൾ വരുമ്പോഴും ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ടു ക്ലിയർ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. വി ക്യാൻ സ്റ്റാർട്ട്. സോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CSER UGC നെറ്റ് ജൂൺ 2026 എക്സാം ആണ്. സോ കറന്റ്ലി ഇതുവരെ CSERന്റെ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ടില്ല ഡെഫിനറ്റ്ലി. സോ മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ദ എക്സാം വിൽ ബി ഓൺ എ ജൂലൈ മന്ത്, അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇന്നിപ്പോ ഇത്രയും ദിവസമായിട്ടും നോട്ടിഫിക്കേഷൻ ഇസ് നോട്ട് അറ്റ് allowed. So first of all, you guys are lucky. We get some more times to do our preparations. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മൾ കൊണ്ട് എന്താ പറയാ കുറച്ച് ടിപ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് അല്ലെ. സോ എല്ലാവർക്കും CSERന്റെ സിലബസ് ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ് ഇതിലുള്ള എല്ലാവരും. സോ യു ആർ ജസ്റ്റ് ഡൗൺലോഡ് ആൻഡ് റീഡ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ സിലബസ് CSER ലൈഫ് സയൻസിന്റെ? എത്ര പേര് ലൈഫ് സയൻസ് സിലബസ് കണ്ടിട്ടുണ്ട്? യെസ്, സിതറ ഈസ് ഓൾമോസ്റ്റ് സീ ദാറ്റ്. ബട്ട് അതേഴ്സ് ബാക്കിയുള്ളവരും നമ്മുടെ യൂണിറ്റില് നമ്മുടെ സിലബസിന് എത്ര യൂണിറ്റ് ഉണ്ട് ലൈഫ് സയൻസ് സിലബസിനകത്ത്? ഹൗ മച്ച് യൂണിറ്റ് അത് നോക്കിയിട്ടുണ്ടോ? We have 13 units. Yes, very good, Shitara. We have 13 units are there. അതായത് ലൈഫ് സയൻസിന്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ടച്ച് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് CSERനുള്ളത്. ദാറ്റ്സ് ഇറ്റ് എ വൈഡ് സിലബസ് ആക്ച്വലി. നമ്മളൊക്കെ നമ്മുടെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് UG പോലെയുള്ള സമയങ്ങളിൽ നമ്മൾ ഏകദേശം 3 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടും 4 പേപ്പറും 6 പേപ്പറും ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ് we have to study in CSER UGC net life science. അപ്പൊ എന്റെ ഫസ്റ്റത്തെ ചോദ്യം എന്താണെന്നറിയാം നിങ്ങളോട്? Do we want to cover all of the points or all of the units? ഈ 13 യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്തിട്ട് വേണോ നമ്മൾ CSERന്റെ പ്രിപ്പറേഷൻ നടത്താൻ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ആക്ച്വലി ഈ 13 യൂണിറ്റും പഠിച്ചാലേ എനിക്ക് CSER കിട്ടൂ എന്ന്? യെസ്, ദേവിക ഹാസ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദാറ്റ്. യെസ്, ഓക്കെ. അതേഴ്സ് ബാക്കിയുള്ളവർ പറഞ്ഞേ 13 യൂണിറ്റിൽ ഏകദേശം എത്ര യൂണിറ്റിനെ ആയിരിക്കും നിങ്ങളുടെ ഒരു കണക്കില് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്? ആക്ച്വലി സംടൈംസ് യൂട്യൂബ് ഒക്കെ കാണുന്നോണ്ട് യെസ്, ഓക്കെ. Jenna said that there is 8 units we want to study. Okay, fine. Yes, any another number? വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? പ്ലീസ്. ഓക്കെ, നമുക്ക് 6 to 7 റേഞ്ച് പറഞ്ഞു, 8 എന്ന് വേറൊരാൾ പറഞ്ഞു. That's all enough. Any numbers? Okay, fine. It's correct. നമുക്ക് ഒരു 13 യൂണിറ്റ് ഉണ്ടെങ്കിൽ okay, fine. Yes, okay. So they said that we have to cover full of the syllabus and we are focusing on some more unit. It's fine. So നമ്മളൊരു JRF ആണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. If you are focusing on a fellowship, CSER UGC net with JRF എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, so out of this 13 units we have to cover the minimum range is 7 scoring unit are there. അപ്പൊ യൂണിറ്റ്സ് തന്നെ പല വിധമുണ്ട് CSERനകത്ത്. ഈ 13 യൂണിറ്റിൽ എല്ലാ യൂണിറ്റും ഒന്നും നമുക്ക് ഒരു വൈഡ് എമൗണ്ടിൽ CSER ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ബട്ട് സം ഓഫ് ദ ക്വസ്റ്റ്യൻ CSER പരക്കെ ചോദിക്കാറുണ്ട്. അതായത് റിപ്പീറ്റഡ് ഏരിയാസ് CSER കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. സോ ഐ എം ജസ്റ്റ് ഞാനൊന്ന് ക്ലാസിഫൈ ചെയ്യുക എന്ത് നമ്മുടെ 13 യൂണിറ്റ്സിനെ. There is a more scoring areas എന്ന് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സുകൾ മോർ സ്കോറിംഗ് യൂണിറ്റ്സ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫോക്കസീവ് യൂണിറ്റ്സ് ആയിരിക്കും. So what is the difference between this scoring unit and this focusive unit? You know, the scoring units is always be the basic concept of the life science. ലൈഫ് സയൻസിന്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന യൂണിറ്റുകളാണ് ഞാൻ സ്കോറിംഗ് യൂണിറ്റ്സ് എന്ന് പറയും. ബിക്കോസ്
These units will be cover almost 39 to 42 mark. ഒരു 39 മുതൽ 43 44 മാർക്ക് വരെയൊക്കെ നമുക്ക് സ്കോർ എക്സ്പെക്ട് ചെയ്യാവുന്ന യൂണിറ്റുകളാണ് ഞാൻ സ്കോറിംഗ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് മീൻസ് ഞാൻ മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ CSER എന്ന് പറയുന്ന ഒരു എക്സാം പല സ്ട്രീം MSc കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും. MSc ബയോകെമിസ്ട്രി, ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ബയോകെമിസ്ട്രി കാണാൻ പറ്റി, സുവോളജി കാണാൻ പറ്റി. സം ഓഫ് ദി സ്റ്റുഡൻസ് ഫ്രം ലൈഫ് സയൻസ് സ്കീം, അതായത് പക്ക MSc പ്ലാന്റ് സയൻസ് എടുത്തവര്, MSc ബോട്ടണി എടുത്തവര്, അല്ലെ, MSc മോളിക്കുലാർ ജെനറ്റിക്സ് എടുത്തവരുണ്ടാവും. അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ആണ്. ആൻഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്ട്രീമിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇത് MSc എന്നുള്ള ഒരു ലെവല് മാത്രം. നോട്ട് അറ്റ് ഓൾ MSc സ്റ്റുഡൻസ് ആർ ജസ്റ്റ് അറ്റൻഡിങ് ദിസ് എക്സാം. വി നോ ദാറ്റ് MTech സ്റ്റുഡൻസ്, ബയോടെക്നോളജി, ജെനറ്റിക് എഞ്ചിനീയറിംഗിലൊക്കെ BTech MTech കഴിഞ്ഞിട്ടുള്ള ആളുകൾ എക്സാം എഴുതാറുണ്ട്, അല്ലെ. അതുപോലെ തന്നെ വി ഹാവ് MBBS സ്റ്റുഡൻസ് ആയിട്ട് MSc എന്ന് പറഞ്ഞ പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ എക്സാം എഴുതാറുണ്ട്. ആൻഡ് ഓൾസോ PharmD കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ എഴുതാറുണ്ട്. സോ ദർ ഇസ് എ വൈഡ് വെറൈറ്റി. ഒരു വലിയൊരു ഡൈവേഴ്സിറ്റി തന്നെ ഈ ഒരു എക്സാം ആപ്ലിക്കൻസിന്റെ കേസിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോ ഇവിടെ നമ്മള് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്കോറിംഗ് യൂണിറ്റ്സുകളും ആ ഒരു ഫോക്കസീവ് യൂണിറ്റ്സും, ഈ 13 യൂണിറ്റിലെ നമുക്ക് ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത് ഈ സ്കോറിംഗ് യൂണിറ്റ്സും ഫോക്കസീവ് യൂണിറ്റ്സും ഏതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, അപ്പൊ മേ ബി ചില ആളുകൾ പറഞ്ഞു വി വാണ്ട് ടു കവർ ഫുൾ ഓഫ് ദ സബ്ജക്ട്, ഫുൾ ഓഫ് ദ യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്തിട്ട് അതിൽ കുറച്ച് എണ്ണത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതായത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും മേ ബി കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ഉണ്ടാക്കി എടുക്കുകയും പിന്നീട് നമ്മൾ ഒരു മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് മേ ബി കുറച്ച് യൂണിറ്റ്സിലേക്ക് ഫോക്കസ് ചെയ്യാന്നായിരിക്കും ആള് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. എനിവേ, നമുക്ക് CSERന്റെ ഒരു കേസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവർക്കും എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയുന്നവരാണോ? ഐ തിങ്ക് ഒരു 4+ സ്റ്റുഡൻസ് ഒക്കെ അത് 3 times ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും പാറ്റേൺസ് അറിയുന്നവരാണോ? ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. സോ ഐ എം ജസ്റ്റ് ഗോ ത്രൂ ദ പാറ്റേൺ ഓഫ് CSER എക്സാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാവും, അല്ലെ. അതായത് വി ഹാവ് 3 parts in this question. നമ്മുടെ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വി ഹാവ് പാർട്ട് A, പാർട്ട് B and പാർട്ട് C questions are there. പാർട്ട് A questions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുള്ളി കൺസിസ്റ്റ് ഓഫ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഒരു +2 ലെവൽ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എയിനകത്ത് ചോദിക്കാന്ന് പറയുന്നത്. And in part B and C, okay, in part B and C we have only the question from the CSER life science syllabus. Complete question ചോദിക്കുന്ന ഇവിടെ നമ്മുടെ CSERന്റെ സിലബസിൽ നിന്നായിരിക്കും, ലൈഫ് സയൻസിന്റെ സിലബസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. സോ ലൈക്ക് ദാറ്റ്, ഇതാണ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട് എയിൽ നമുക്ക് ടോട്ടൽ 20. Okay, somebody is unmute, accidentally unmute ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. Can you please? Oh, many of the students get unmuted actually. Ma'am, we've sorted it actually. You can start. Continue. Okay, fine. Yes. Okay. So, ഈ ഒരു പാർട്ടേക്ക് നമുക്ക് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക 2 മാർക്കിന്റെ. സോ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. So when we are focusing on part B, we have 50 question of 2 mark. The total mark is 100. And part C ക്ക് നമുക്ക് 75 questions ഉണ്ടാവും. You know that it's not a simple question. ഇപ്പൊ part B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സയൻസ് സിലബസിലെ തന്നെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഇസ് എ സിമ്പിൾ MCQ ആക്ച്വലി. നമുക്കൊരു മെമ്മറി ബേസ്ഡ് ഒരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ആൻസർ വരുന്നത്. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ, ലൈക്ക് ദാറ്റ്. അപ്പൊ അത് മെമ്മറി ആപ്റ്റിറ്റ്യൂഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഓർ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് പാർട്ട് സി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is consist of 75 questions are there. The questions are mainly based on analytical type of question. That is it's kind of a scientific problem. എന്തെങ്കിലും ഒരു സയന്റിഫിക് പ്രോബ്ലം ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക, ഓർ ഇറ്റ്സ് മേ ബി കൺസിസ്റ്റ് ഓഫ് സം കറക്റ്റ് കോമ്പിനേഷൻ ഓർ ഇൻകറക്റ്റ് കോമ്പിനേഷൻ ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ, ലൈക്ക് ദാറ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓർ സംടൈം ഇറ്റ്സ് മേ ബി
ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും, ചിലപ്പോൾ കമ്പാരിസൺ ഓഫ് സിറ്റുവേഷൻസ് ആയിരിക്കും, ലൈക്ക് ദാറ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലതിലൊക്കെ പ്രോബ്ലംസും ആയിരിക്കാം. ഓക്കെ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് സിനകത്ത് മോസ്റ്റ്ലി ചോദിക്കാറുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ ഇറ്റ്സ് ക്യാരി 4 മാർക്ക്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 300 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പാർട്ട് സിക്കകത്ത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, ടോട്ടൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ CSER ലൈഫ് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിൽ സ്ക്രീനിൽ വരുമ്പോൾ ദാറ്റ് ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ 440 മാർക്ക്. 440 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് ആ ഒരു സ്ക്രീനിനകത്ത് കാണാൻ പറ്റുന്നത്. So out of these 440 mark, we have to choose the questions. That is, ഈ 440 മാർക്കിന് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല. We have an attend limit. അല്ലെ, നമ്മുടെ CSER സ്കോർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 200 ആണ് വരിക. അതായത് 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എക്കകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. We have 35 question in part B. അറ്റൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് സിക്കകത്ത് 25 ക്വസ്റ്റ്യനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പാർട്ട് എക്കകത്ത് നമുക്ക് മാക്സിമം 30 മാർക്കാണ് പോസിറ്റീവ് ആയിട്ട് കിട്ടുക. നെഗറ്റീവ് 0.5 നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് നെഗറ്റീവ് അടിക്കും. ആൻഡ് ഓൾസോ പാർട്ട് ബിക്ക് 2 മാർക്ക് വെച്ചിട്ട് 70 മാർക്കാണ് 35 ചോദ്യങ്ങൾക്ക് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ആൻഡ് പാർട്ട് സിക്കകത്ത് 100 മാർക്കാണ് മാക്സിമം കിട്ടുക. അങ്ങനെ 440 മാർക്കില് നമ്മൾ ആകെ എഴുതേണ്ടത് 200 മാർക്കിന്റെ ചോദ്യമാണ്. അതിൽ തന്നെ പാർട്ട് എ എന്ന് പറയുന്നത് 30 മാർക്കിനാണ്. അപ്പൊ നമ്മുടെ ലൈഫ് സയൻസ് സിലബസിൽ നമുക്ക് അക്വയർ ചെയ്യേണ്ട മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 170 മാർക്കാണ്. ഒന്ന് ആലോചിക്കൂ, മൊത്തം 400 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മുടെ ഈ 13 യൂണിറ്റിന്റെ സിലബസ് വരുന്നുണ്ട്. അതിൽ 170 മാർക്കാണ് നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 400 മാർക്കിനും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ 170 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സ്കോറിംഗ് ആയിട്ടുള്ള ഒരു 250 to 300 മാർക്കിന്റെ ഏരിയാസ് നമ്മൾ കവർ ചെയ്താൽ മതിയോ? ഒന്ന് നോക്കൂ. അപ്പൊ അവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ആ ഒരു ടിപ്പ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ചൂസബിൾ ആയിട്ട് പഠിക്കുക എന്നുള്ളത് പരീക്ഷ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ പരക്കെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചൂസ് ചെയ്ത് സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ 3 or 4 ടൈംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികൾ, ആ കുട്ടി തന്നെയാണ് മേ ബി 6 to 7 യൂണിറ്റ്സ് മേ ബി അവർക്ക് അറിയുണ്ടാവും. ആ ഒരു സ്പെസിഫിക് യൂണിറ്റ്സിനെ ഫോക്കസ് ചെയ്താൽ ഐ ഹാവ് ടു ഗെറ്റ് ദാറ്റ് മാർക്ക്. ഈ 170 വേണമെന്നില്ലേ നമുക്ക് JRFന് വേണ്ടിയിട്ട്? ഒരു OBC കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക്, ജനറൽ കാറ്റഗറി പറയാം, ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് മാക്സിമം കുട്ടി സ്കോർ ചെയ്യേണ്ടത് ഒരു 110 to 115 ആണ്. മാക്സിമം നമ്മൾ പറഞ്ഞ 120 is the safest point. ആ ഒരു എക്സാമിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും. എക്സാം ഇസ് വെരി വെരി ഈസി, then the cut off will be very very high. ഭയങ്കര ഈസി നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട ഭയങ്കര ഈസി ഒന്നും തോന്നില്ല. അവര് പറയുന്നു the exam will be easy and the cut off will be high എന്നുള്ളത്. അപ്പൊ ഇതുവരെ നമുക്ക് കട്ട് ഓഫ് ഹൈയസ്റ്റ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് CBT മോഡലൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഹൈയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് 110ന്റെ ഉള്ളിലാണ്. ഏറ്റവും ഹൈയസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ടേം ആയിരുന്നു, December 25. ഏകദേശം 109 110 മാർക്ക്, 54% ആയിരുന്നു JRFന്റെ ഒരു ഓവറോൾ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോ അതാണ് മാക്സിമം നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഒരു 120യുടെ ഉള്ളിൽ, അത് ജനറൽ കാറ്റഗറിയിൽ മാത്രമാണ്. ജനറൽ കാറ്റഗറിയിൽ ഒരു 120 മാർക്കാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിന്റെ താഴേക്കുള്ള ദാറ്റ് ഈസ് ഇപ്പോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു OBC കാറ്റഗറിയിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും 100 മാർക്കിന്റെ ഉള്ളിലായിരിക്കും, അല്ലെ? 100 മാർക്കിന്റെ ഉള്ളിൽ എത്ര കൂടി കഴിഞ്ഞാലും OBC കാറ്റഗറിയിലെ ഒരു കുട്ടിക്ക് 49% താഴെ ആയിരിക്കും JRFന്റെ കട്ട് ഓഫ് വരിക. അപ്പൊ ഒരു OBC കാറ്റഗറിയിൽ ഒരു കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിക്ക് മാക്സിമം JRFന് വേണ്ടിയിട്ട് വേണ്ടത് ആ ഒരു സ്കോറാണ്. 99 100 ഒക്കെയാണ് മാക്സിമം. 100 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സേഫസ്റ്റ് സോണിലാണ് JRF ഉറപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് JRFന്റെ കട്ട് ഓഫ് വരുന്നത്. നെറ്റ് ആകുമ്പോൾ അതിനേക്കാൾ താഴേക്ക് വരും, ഒരു 5 മാർക്കോ 6 മാർക്കോ ഒക്കെ താഴേക്കായിരിക്കും കട്ട് ഓഫ് വരുന്നുണ്ടാവുക. ഓവറോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് JRFൽ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്കോറിലേക്ക് വരുന്നത്. പിന്നെ SC ST കാറ്റഗറി ഒക്കെ നമുക്ക് അതിന്റെ താഴേക്കായിരിക്കും വരുന്നത്. 95ന്റെ താഴേക്കാണ് JRFന് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഈ ഒരു 13 യൂണിറ്റ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പഠിക്കേണ്ട ആവശ്യമില്ല.
നമ്മുടെ സ്കോറിംഗ് യൂണിറ്റ്സ് ആയിട്ടുള്ള, അതായത് ഒരു 7ഓളം യൂണിറ്റുകൾ ബേസിക് കൺസെപ്റ്റ് വരുന്ന യൂണിറ്റുകളാണ്. ആ ഒരു ബേസിക് കൺസെപ്റ്റ് വരുന്ന യൂണിറ്റുകളാണ് നമ്മൾ ഫുൾ ആയിട്ട് പഠിക്കണം. ആ യൂണിറ്റ്സ് നമ്മൾ ഫുൾ ആയിട്ട് പഠിക്കണം. അതൊരു 6 മന്ത് ഡ്യൂറേഷൻ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. എന്തായാലും 5 to 6 months നമുക്കൊരു എക്സാമിന് ഡ്യൂറേഷൻ കിട്ടും. ഇപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഏകദേശം 6.25-7 മാസത്തോളം നമുക്ക് ജൂലൈയിലെ ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും എക്സാം വരുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് അത്യാവശ്യം ഹൈ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ചില എക്സാമുകൾ അങ്ങനെയാണ്. കാരണം UGC നെറ്റും CSER നെറ്റും 2 എക്സാം ആയിട്ടാണ് നടക്കുക. അപ്പൊ ഒരു ടേമില് അവർ UGC വൈകി നടത്തും, CSER കറക്റ്റ് പക്ക 6 months നടത്തും. പിന്നത്തെ ഒരു ഓൾട്ടർനേറ്റ് മന്തിൽ അവര് UGC എന്ത് ചെയ്യും, നേരെ തിരിച്ചായിരിക്കും. അങ്ങനെ ഒരു അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണല്ലോ. സോ അതുകൊണ്ട് നമുക്ക് ഒരു ടേമിൽ മേ ബി 6 months ഫുൾ ആയിട്ട് തന്നെ കിട്ടാം. ഒരു ടേമിൽ നമുക്ക് 7 months അത് കൂടുതലായിട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഏതാന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ ഒരു വരുന്നൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ട് വരുന്ന 6 to 7 യൂണിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ മിനിമം 39 മാർക്കിന് പാർട്ട് ബി, പാർട്ട് സി ക്വസ്റ്റ്യൻസിൽ നിന്ന് ചോദിക്കും. അതായത് പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻസ് കുറയാതെ, പാർട്ട് സിയിൽ 8 ക്വസ്റ്റ്യൻസ് കുറയാതെ എന്ത് ചെയ്യും, ചോദിക്കും എന്ന് ഉറപ്പുള്ള മോസ്റ്റ് സ്കോറിംഗ് യൂണിറ്റുകൾ ഉണ്ട്. ആ യൂണിറ്റ്സ് ആണ് നമ്മൾ ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട് നമ്മൾ പക്ക കവറപ്പ് ചെയ്യേണ്ടത്. ഫുൾ ആയിട്ട് തന്നെ, ഫുൾ ആയിട്ട് ഒരു 3 to 4 months ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക് 6 to 7 യൂണിറ്റ്സ് നമുക്ക് പക്ക ക്ലിയർ ഔട്ട് ചെയ്യാം. അതും പഠിക്കുന്ന ഒരു മെത്തേഡും ഉണ്ട് ഇതിനകത്ത്. ഈ 6 to 7 യൂണിറ്റ് ഇങ്ങനെ വെറുതെ പഠിച്ചു പോവല്ലോ. നമ്മള് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ. സോ ബയോകെമിസ്ട്രിയിൽ ഏകദേശം ഐ തിങ്ക് ക്യാപിറ്റൽ ലെറ്റർ A മുതൽ J വരെയുള്ള ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് അതിനകത്ത് സിലബസിനകത്ത് കാണാൻ പറ്റും. ABCD അങ്ങനെ J വരെയുള്ള പോർഷൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആട്ടോ, ബയോകെമിസ്ട്രി മാത്രം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എങ്ങനെയാ വരുന്നതെന്ന് പറയും. ഇപ്പൊ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു കോർ സബ്ജക്റ്റ് ആണ്. CSER-ലാണെങ്കിലും നിങ്ങൾ ഇനി GRF കിട്ടി നിങ്ങൾ ഒരു PhD-ക്ക് പോകുമ്പോഴും യു ഹാവ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഓർ വൈവ ക്വസ്റ്റ്യൻസ് ഓർ സംതിങ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രം ബയോകെമിസ്ട്രി, ബിക്കോസ് ഇറ്റ് ഇസ് ദ ബേസിക് ഓഫ് ലൈഫ് സയൻസ്. ലൈഫ് സയൻസിന്റെ ഏറ്റവും ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഇസ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഇസ് സെൽ ബയോളജി, വി ഹാവ് മോളിക്കുലർ ബയോളജി ലൈക്ക് ദാറ്റ്. അപ്പോ ഒരു സെല്ലിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്തിന്റെയും ഒരു ആറ്റം മോളിക്യൂൾ ബോണ്ടിങ് എന്നൊക്കെ പറയുന്ന സാധനം, ബയോമോളിക്യൂൾസ് അവരെ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, പോളിമേഴ്സ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് that one point, that is the biochemistry. So ഒരു ബയോകെമിസ്ട്രി ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ലെറ്റർ ABCD J വരെയുള്ള യൂണിറ്റുകൾ നമുക്കുണ്ട്. അപ്പൊ ആ ഒരു യൂണിറ്റ് അത് ഫുൾ വൈഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ നമുക്ക് ഒരു 100% ഷുവർ ആണെന്ന് പറയുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് നമുക്ക്. That is the first one is the biomolecules. We know that different kinds of biomolecules in our cells. Like namakkaram carbohydrates, we have proteins, amino acids, we have nucleic acids, DNA, RNA, we have lipid like that. Different kinds of biomolecules ഉണ്ട്. ഇതിൽ എല്ലാ ബയോമോളിക്യൂൾസും CSER എപ്പോഴും ചോദിക്കാറില്ല. പിന്നെ ദാറ്റ് ലിപ്പിഡ്സ്, വിറ്റാമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ചോദിക്കുന്ന ബയോമോളിക്യൂൾസ് ആണ്. മേ ബി ഡെയർ എന്നുള്ളതാണ്. ബട്ട് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ് ആണ്, DNA, RNA. അപ്പൊ ഈ ബയോമോളിക്യൂൾസിന്റെ ബേസിക് സ്ട്രക്ചർ മുതൽ അവരിലുള്ള ബോണ്ടിങ്, അവരിലുണ്ടാവുന്ന കോൺഫിഗറേഷൻ, L form, D form, different types of DNA, RNA, different type of proteins, primary, secondary, tertiary kinds of proteins. അപ്പൊ ഇതെല്ലാം നമുക്ക് 100% ഷുവർ ആണ് എന്തായാലും ചോദിക്കുന്നുള്ളത്. One of the most important is Ramachandran plot analysis also. അപ്പൊ ഇത് ഒക്കെ നിങ്ങൾ PYQ എടുത്ത് നോക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ വർഷവും റിപ്പീറ്റഡ് ആണ്. എല്ലാ വർഷവും ഒരു 1, 2, 3 ഒക്കെ CPAT ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവും. അപ്പൊ ബയോമോളിക്യൂൾസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ കോറായിട്ട് ഈ ഒരു 3-4 ടോപ്പിക്സ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ എൻസൈം കൈനറ്റിക്സ് ഇസ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരു B പാർട്ട് ക്വസ്റ്റ്യനും 2 C പാർട്ട് ക്വസ്റ്റ്യനും നമുക്ക് ഉറപ്പിക്കാം.
Okay, like that metabolism. Metabolism also we have different kinds of cycles are studying there. നമ്മൾ ഗ്ലൈക്കോലിസിസ് ഗ്ലൂക്കോനിയോജൻസസ് അതിന്റെ റെഗുലേഷൻസ് പഠിക്കുന്നുണ്ട് അല്ലെ സിട്രിക് ആസിഡ് സൈക്കിൾ അനിപ്ലൂററ്റിക് റിയാക്ഷൻസ് ആൻഡ് ഓൾസോ വി ഹാവ് സ്റ്റഡിങ് അബൌട്ട് ഡിഫറെന്റ് റെഗുലേഷൻസ് ഓഫ് TCA സൈക്കിൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ലൈക്ക് ദാറ്റ് ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നു എല്ലാം നിങ്ങൾക്കറിയാം അപ്പൊ ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു വൈഡ് ടോപ്പിക്കാണ്. So this is also a very short question. We have 2 C-part question and also we have 1 E-part question. അപ്പൊ ഈ ഒരു 4 ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പാ CSER ഈ 4 പോയിന്റ്സ് 4 മാർക്കിന് ചോദിക്കും എന്നുള്ളത്. പിന്നെ എക്സ്ട്രാ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ് നമുക്ക് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആൻഡ് ഓൾസോ വി ഹാവ് pH ആൻഡ് ബഫർ ചോദിക്കാറുണ്ട്. അപ്പോ ഈ പോർഷൻസ് ഒക്കെ കോർ ബയോകെമിസ്ട്രി ആണെങ്കിൽ കൂടി ഒരുപാട് ചോദിക്കാറില്ല. മേ ബി ഞാൻ പറഞ്ഞല്ലോ ചില ടേമുകളിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, അത് നമുക്ക് ഉറപ്പാണ്. ബട്ട് ചില ടേമിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ടോപ്പിക്കിന് നമുക്ക് 2 ഉണ്ടാവും. അപ്പൊ നമുക്ക് 6 B-part ക്വസ്റ്റ്യൻസ് വരെ ബയോകെമിസ്ട്രിന്ന് ചോദിക്കാം. ലൈക്ക് ദാറ്റ് ഓൾസോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റൻസിറ്റിയിൽ നമുക്ക് C-പാർട്ടിലും വരും. ദിസ് ഇസ് ഓൺലി കണ്ടീഷൻ ഓഫ് ബയോകെമിസ്ട്രി. ഇതേപോലെ തന്നെയാണ് ബേസിക് ആയിട്ട് വരുന്ന ലൈഫ് സയൻസിന്റെ ബാക്കിയുള്ള 6 സ്കോറിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ യൂണിറ്റുകളാണ് നമ്മുടെ മാർക്ക്. അല്ലെങ്കിൽ നമുക്ക് 100% നമ്മുടെ JRF എൻഷുർ ചെയ്യാൻ പറ്റുന്ന എൻഷുർ ചെയ്യാം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ആ ഒരു സ്കോർ യൂണിറ്റുകളിലാണ് നമ്മൾ ഐഫറിലാണെങ്കിലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. വി ആർ ഫോക്കസിങ് മോർ ഓൺ ദാറ്റ്. ക്ലിയർ ആയില്ല? അപ്പൊ അത് നമ്മൾ തറവാക്കണം. അപ്പൊ അവിടെ തന്നെ നമുക്ക് എന്തായി ഈ പറഞ്ഞ മാക്സിമം ഒരു 29 ക്വസ്റ്റ്യൻസ് നമുക്ക് B-പാർട്ടിൽ ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, 29 ക്വസ്റ്റ്യൻസ് നമുക്ക് 100% എൻഷുർ ചെയ്യാൻ പറ്റും. We have ensured a 25 question from the C-part also. അപ്പോ നമുക്ക് ഒരു എന്തായാലും 120 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം അവിടെ എൻഷുർ ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യക്ക് പറയാനുള്ളത്, ഈ ഒരു കണ്ടന്റ് മാത്രം പഠിച്ചുകൊണ്ട് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധനം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 3 to 4 month ഒക്കെ എടുത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാല് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പഠിക്കണം എന്നുള്ളത് ഇസ് വൺ ഓഫ് ദി ഫാക്ടർ. എപ്പോഴും നമ്മൾ CSER ആസ്പിരന്റ് ആണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ത്രൂ എ ട്രയാങ്കുലർ ലൂപ്പ്. ഒരു ട്രയാങ്കിൾ ലൂപ്പിലൂടെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ പോകേണ്ടത്. സോ നിങ്ങൾക്ക് അറിയാം, ഒരു ട്രയാങ്കിളിന് 3 കോർണേഴ്സ് ഉണ്ടാവും അല്ലെ. ദി ഫസ്റ്റ് ഓഫ് ദി കോർണർ ഈസ് ഞാൻ ആദ്യം പറഞ്ഞ പരിപാടിയാണ് കൺസെപ്റ്റ് സ്റ്റഡി. കൺസെപ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു കോർണർ. വി ഹാവ് അനദർ കോർണർ, നമ്മൾ ഓരോ പഠിക്കുന്നതിന്റെ കൂടെ അതിന്റെ കൂടെ ഏത് പോർഷൻ പഠിച്ചാലും ആ പോർഷനിൽ നിന്ന് CSER ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ, ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക, തപ്പി പിടിക്കുക. ഇപ്പൊ തപ്പി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വി ഹാവ് മെനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബാങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഡിഫറെന്റ് PYQ ടോപ്പിക് വൈസ് PYQs ഒക്കെ നമ്മൾ അവൈലബിൾ. നമ്മളും നമ്മുടെ സ്റ്റുഡൻസിന് PYQ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ 13 യൂണിറ്റിന്റെ ടോപ്പിക് വൈസ് PYQ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് വൈസ് PYQ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ പഠിക്കുന്നു, വി ഹാവ് ടു ഫോക്കസിങ് ഓൺ PYQ. അപ്പൊ നമ്മൾ പറഞ്ഞ ട്രയാങ്കുലർ ലൂപ്പിന്റെ സെക്കൻഡ് കോർണർ എന്ന് പറയുന്നത് PYQ പ്രാക്ടീസിങ്. എന്ത് പഠിച്ചാലും അത് PYQയിൽ ഉണ്ടോന്ന് കണ്ടുപിടിച്ച് അത് വർക്ക്ഔട്ട് ചെയ്യണം. ആ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ബേസിക്സ് ആണ് നമ്മുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. ആൻഡ് ഓൾസോ ഈ ഒരു PYQ നിങ്ങൾക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡിഫൈൻ ദി CSER ക്വസ്റ്റ്യൻ ഓൾസോ. CSER നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദി തേർഡ് കോർണർ ഈസ് ദ റിവിഷൻ ഈസ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വലിയ 7 സ്കോറിംഗ് യൂണിറ്റ്സ് ആണ്. ഫുൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആക്കി സെക്കൻഡ് യൂണിറ്റിലേക്ക് നമ്മൾ ഫുള്ളി അതിലേക്ക് മുഴുകിയിരിക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എല്ലാവരും ഇറങ്ങിപ്പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാനാണ് വി ഹാവ് ടു സ്റ്റഡി ദ റിവിഷൻ നോട്ട്സുകൾ യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ ലൈഫ് സയൻസിൽ നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
നമ്മുടെ സ്റ്റുഡൻസിന് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഫ്ലാഷ് കാർഡ്സ് ആണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ കോർ CSER ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളുടെ നമുക്ക് 100% ഉറപ്പിക്കുക എന്ന് പറയുന്ന ഏരിയാസ് ഇപ്പൊ ഞാൻ ബയോകെമിസ്ട്രി പറഞ്ഞല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് യൂണിറ്റ് പോർഷൻസ് നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ആയിട്ടും റീഡിംഗ് കാർഡ്സ് ആയിട്ടും ഒക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ അത് ഇവർക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അവര് ബയോകെമിസ്ട്രി കംപ്ലീറ്റ് കഴിഞ്ഞു, വെൻ ദേ ആർ ഫോക്കസിങ് ഓൺ സെൽ ബയോളജി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡെയിലി ഒരു 1 hour അവർക്ക് എന്ത് ചെയ്യും, റിവിഷന് വേണ്ടിയിട്ട് കൊടുക്കും. മീൻസ് അവരുടെ പ്രിപ്പറേഷനിൽ ദർ ഇസ് എ നീഡ് ഓഫ് ടൈം ഫോർ റിവിഷൻ ഓൾസോ. അപ്പോൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷൻ റിവൈസ് ചെയ്തിട്ട് പോകുന്നു ഡെഫിനറ്റ്ലി. അപ്പൊ ആദ്യത്തെ ഒരു 3 to 4 months എന്ന് പറയുമ്പോൾ നമ്മൾ കൺസെപ്റ്റും വൈക്യൂം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള റിവിഷനും ഓൾസോ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത് ആക്ച്വലി. ആൻഡ് ഓൾസോ ഫോർ ദ ഫർദർ പിന്നെയുള്ള 4 to 2 to 3 months 3 months ഒന്നും കിട്ടൂല, ഞാൻ പറഞ്ഞ പോലെ 2 months മിനിമം 2 months ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുക. ആ ഒരു 2 monthsലേക്ക് നമ്മൾ ഫോക്കസിങ് ഓൺ ഫുള്ളി ഫോക്കസിങ് ഓൺ പ്രാക്ടീസ് ചെയ്യുക, പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പറ്റുന്നത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സാം അറ്റൻഡ് ചെയ്യുക. So we have different 40 to 50 plus mock test questions in the IFRAP also. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 50ഓളം മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അത് ലാസ്റ്റ് വീക്ക് ഓഫ് ദി എക്സാമിന്റെ തൊട്ടടുത്ത വീക്കിലായിട്ട് നമ്മൾ IFR റിസർച്ച് ഫെലോഷിപ്പ് എക്സാം നടത്താറുണ്ട്. അപ്പൊ ടെസ്റ്റുകളെയൊക്കെ പറ്റി റെഗുലർ പറയും, നമ്മൾ എന്തൊക്കെയാണ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ കൺസിസ്റ്റൻസി ആണ്, യു ഹാവ് ടു കണ്ടിന്യൂ. നമ്മുടെ സ്റ്റഡീസ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ലൂപ്പായിട്ട് കൊണ്ട് നടക്കുക. കാരണം ഈ ഒരു സാധനം ഒരു ബിഗ് അംബിഷൻ ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. അപ്പൊ ആ അംബിഷന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നാണ് CSER എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് വാട്ട് ടു സ്റ്റഡി ഓർ ഹൗ ടു ബി പ്രിപ്പയർ ഫോർ CSER എക്സാം എന്നുള്ളതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, സോ എനിവൺ ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിസ്? എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്റ്സ് ചാറ്റിലൂടെ ചോദിക്കാൻ ചിലപ്പം കുറേ പേർക്ക് ലെങ്തി ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കുമല്ലോ മാം. അപ്പം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം, ഞാൻ മാമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചെയ്തുതരാം. Yes. What are the main chapters to be covered? Yes, that is definitely I'm said that is scoring units. That is one of the unit is biochemistry, and second one is cell biology. The basic ആയിട്ടുള്ള സെല്ലിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ മുതൽ നമ്മുടെ സെല്ലുലാർ ഓർഗനൽസ് ആൻഡ് ദ എൻറ്റയർ portion, the central part of the cell, that is the nucleus, and what are the genome organization, like that. ഇതൊക്കെ വരുന്നതാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. And the third unit is molecular biology, and that is discussing about what are the major fundamental process which are occurring in cell. That is replication, transcription, translation, and the various mechanism of gene regulation, like that. And the third, then the fourth unit, that is about cell communication, signaling, and immunology. That is fourth unit varunathu. So at that cell, we are mainly focusing on cell signaling mechanisms. We have various kinds of cell signaling mechanism, and also about the cell communication mechanism and basic immunology, like that. Immunology adile varunna technical approaches ഒക്കെയാണ് fourth unitൽ വരുന്നത്. And also we have developmental biology, that is the fifth unit. We are short formally called as DB. So this is also one of the important concept. So the DB is actually അതിനകത്ത് നമുക്ക് രണ്ട് kinds of means രണ്ട് part ഉണ്ട്. We have animal developmental biology also, and there's plant developmental biology. So like that ആ ഒരു യൂണിറ്റ് നമുക്ക് സ്കോറിംഗ് ആണ്. And also we have inheritance biology or genetics, that is fully based on genetical pattern, Mendelian genetics, and also non-Mendelian genetics, gene mapping, fertile mapping, chromosome aberration, mutations, like that. And the last one, seventh one, is ecology. That's mainly focusing on ecological principles, population ecology, community ecology, and also we have what species interaction and applied ecology, like that. അപ്പോൾ കുറെ പോയിന്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ഒരു 7 യൂണിറ്റ്സ് ആണ്, അതായത് വൺസ് ഓൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാം.
biochemistry, cell biology, molecular biology, cell signaling, communication and immunology, developmental biology, then genetics, and the last one is ecology. These are the most scoring units you have to focus. Then we have ensure our 120 mark in our CSEA. കുറച്ചും കൂടെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ you have to focusing on the focusive unit also. That is basically that is plant physiology and also animal physiology and taxonomy. അപ്പോൾ ഈ യൂണിറ്റുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഫുൾ ആയിട്ട് പഠിക്കരുത്, അപ്പൊ നമുക്ക് ടൈം കിട്ടൂല. സോ വി ആർ ഫോക്കസിങ് മെയിൻലി ഫോക്കസിങ് ഓൺ റിപ്പീറ്റഡ് ഏരിയാസ്. ഇപ്പോ പ്ലാന്റ് ഫിസിയോളജി ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ഫോട്ടോസിന്തസിസ് വൺ ഓഫ് ദ റിപ്പീറ്റിംഗ് ഏരിയ, ആൻഡ് ഓൾസോ യു ഹാവ് like that different cycles, different cycles വരുന്നുണ്ട്, C3 cycle, C4 cycle, like that. And also the main core portion എന്ന് പറയുന്നത് ഫൈറ്റോ ഹോർമോൺസ് ആണ്, ആൻഡ് ഓൾസോ ഫോട്ടോപീരിയോഡിസം. സോ ഈ പറഞ്ഞ ഓരോ പോർഷനും പ്ലാന്റ് ഫിസിയോളജിയിൽ ഓരോ ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 39 മാർക്കിന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് ആണ് പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനിമൽ ഫിസിയോളജി. ബട്ട് അനിമൽ ഫിസിയോളജി കംപ്ലീറ്റ് പഠിക്കാൻ ആർക്കും കഴിയൂല. യു നോ ദാറ്റ് that's a very very difficult portion. So avade nammal focus cheyyunnathu repeated aayittu choikkunna areas aayirikkum. That is reproductive endocrinology, nervous system and respiratory system. Ee 4 subjects aanu CCR focusive aayittu choikkaru, alli repeat aayittu choikkarullathu. So the focusive unit, 2 focusive units, and also we have 7 scoring unit. I think you get it. All right, others, ബാക്കി ആർക്കും ഡൗട്ട്സ് ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലേ? അലൻ, ഷാനി, ജസിക്ക, റുക്സാന, ഹൈഫ, സജന, വഫ, ഖദീജ. ഓൾ റൈറ്റ്. സി നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ പോർഷൻസിനെ പറ്റി ക്ലിയർ ആയി ആൾക്കാർ ഒരു തംസപ്പ് തരും. എന്നാല് ഈ ഇപ്പൊ മാം പറഞ്ഞെന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളവർ ഒരു തംസപ്പ് തരും. ഓക്കെ, നിശാന്തിന് മനസ്സിലായിട്ടുണ്ട്, ഷാരോൺ, ദേവികയ്ക്ക് മനസ്സിലായി, ജസിക്കയ്ക്ക് മനസ്സിലായി, ആദിത്യ കൃഷ്ണയ്ക്ക് മനസ്സിലായി. ഓൾ റൈറ്റ്, ഷാരോൺ. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ എൻഗേജ് ചെയ്തേ, നിങ്ങൾ എല്ലാവരും മീറ്റിംഗിൽ എൻഗേജ് ചെയ്തേ. ഹൈഫയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ആയിഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഓൾ റൈറ്റ്, പിന്നെയോ മനോജ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഐ ഗസ് ഇതിൽ ഒരുപാട് പേര് മാം എനിക്കൊന്നും ബിഗിനേഴ്സ് ആണ് അല്ലേ? ബിഗിനേഴ്സ് ആയത് കാരണം അവരെ സംബന്ധിച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻ മാം എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ. ഇനി നെക്സ്റ്റ് ഇപ്പൊ മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിന്റെ ഒരു അക്കാഡമിക് സൈഡ് ഓഫ് എന്താ പറയാ, അക്കാഡമിക്സ് വെൽ എക്സ്പ്ലെയിൻ ആണ് മാം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഒരു അക്കാഡമിക് സൈഡാണ് ആക്ച്വലി മാം ഫർസാന മാം പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രാറ്റജിക് സൈഡാണ് അല്ലെ? ഇപ്പം ഒരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മാം, ഞാനിപ്പോൾ ജസ്റ്റ് ഡിഗ്രി പാസ് ഔട്ട് ആണ്. വെൻ ഈസ് ദ കറക്റ്റ് ടൈം ടു പ്രിപ്പയർ ഫോർ നെറ്റ്? മാം ആൻസർ ചെയ്യണോ? Okay, I will answer that. Okay, so നമുക്കിപ്പോ we have you providing integrated batches, I see, അല്ലേ? Good. So അതിനകത്ത് നമുക്കിപ്പോ തന്നെ ഓൾറെഡി 2+ സ്റ്റുഡൻസുകൾ മെനി സ്റ്റുഡൻസ് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ട് ചെയ്ത സ്റ്റുഡൻസ് ആയിരുന്നു. they were entered to our batch. അപ്പോ ആ കുട്ടികൾക്ക് ആക്ച്വലി they won't know anything. അതായത് ആള് സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റിൽ UG കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ഷീ ഓർ ഹീ ഗെറ്റ് എ എൻറ്റർ പാത്വേ. അതായത് അടിപൊളി യൂണിവേഴ്സിറ്റിയിൽ ആദ്യം PGക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു ബിഗ് അംബിഷൻ ഉണ്ടാവാം. യു നോ ദാറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതുമ്പോഴാണ് നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിനകത്ത് കിട്ടുക. ബിക്കോസ് നമ്മളിപ്പോ PhD റിസർച്ച് ഒക്കെ എയിം ചെയ്യുന്ന ആളുകൾ എപ്പോഴും നല്ലൊരു യൂണിവേഴ്സിറ്റി ഒരു അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റി ആണ്, റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റിസർച്ച് കരിയറിലേക്കുള്ള ഒരു പാത്വേ കുറച്ചും കൂടി ഷോർട്ട് ആയിരിക്കും. വി ഗോട്ട് മെനി റിലേഷൻ, അടിപൊളിയായിട്ടുള്ള റിലേഷൻസ് നമുക്ക് കിട്ടും. റിസർച്ച് ഗൈഡുകളായിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ട് വരിക. സോ നമുക്ക് ആ റിസർച്ചിലേക്ക് എത്താൻ കുറച്ചും കൂടി നന്നായിട്ട് പറ്റുന്നുള്ളതാണ്. ഇപ്പൊ UG കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു CUET പ്രിപ്പറേഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ XD ബാച്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ we have to get a full guidance. Okay, അടിപൊളി ഗൈഡൻസ് ആയിരിക്കും. ആൻഡ് ഓൾസോ അപ്പോ നെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ PG സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങുന്നത് നന്നാവും. അതിൽ ഒന്നാമത്തെ പറയാനുള്ള കാര്യം എന്താ വെച്ചാല് എന്തൊക്കെയാ ഞാൻ PGക്ക് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നിങ്ങൾ നെറ്റിന്റെ പ്രിപ്പറേഷനിൽ കിട്ടും. ഒരു 4 സെം കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സാധനമാണ് നമ്മളിവിടെ
കംപ്ലീറ്റ് പഠിക്കുന്നത് മോസ്റ്റ്ലി. അപ്പൊ നിങ്ങൾ ഇനി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് പി ജി ആണെങ്കിൽ മാത്രമാണ് ആ ഒരു സബ്ജക്ട് മാത്രം അഡീഷണലി പഠിക്കേണ്ടി മേ ബി വരുന്നുണ്ടാവുക. സോ യു ഗെറ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പി ജിയുടെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സെം കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് നെറ്റിന്റെ എക്സാം എന്ത് ചെയ്യാം, എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ഓക്കെ വഫ, just add on, ഫർസാന മാം പറഞ്ഞതിന്റെ മുകളിൽ the best time to always start preparation was- കേൾക്കുന്നുണ്ടോ നിക്കിത്ത? ഓക്കെ. സോ വഫ, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഏതൊരു കാര്യത്തിന്റെയും പ്രിപ്പറേഷൻസ് ഇപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം വാസ് ആക്ച്വലി യെസ്റ്റർഡേ, നെക്സ്റ്റ് ബെസ്റ്റ് ടൈം ഇസ് ആക്ച്വലി ടുഡേ. അപ്പൊ നമ്മൾ ഇത് എത്രത്തോളം ഡിലേ ആക്കുന്നോ, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ. ഇപ്പോൾ എത്രയോ ലക്ഷം ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എക്സാമിന്റെ ഏറ്റവും റെലവൻസ് വരുന്ന ഒരു ആസ്പെക്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ എത്ര ഔട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എക്സാമിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി വേറൊരു ഡിഫറൻസും കൂടി പറഞ്ഞുതരാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും ഒരു ക്വാളിഫയിങ് എക്സാമും തമ്മിൽ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇത്രയും വർഷം നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളത് ക്വാളിഫയിങ് എക്സാം എഴുതാനാണ്. അപ്പൊ ഈ ക്വാളിഫയിങ് എക്സാമിന് വേണ്ട ഒരു സ്കിൽ സെറ്റ് അല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വരിക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്കൂളിൽ കൂടുതലും ഡയറക്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ട് വരുമ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? അവിടെ കൂടുതലും ചെക്ക് ചെയ്യുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പൊ വി ആർ നോട്ട് ട്രെയിൻ ടു ഡു ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലെ പോലെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ടൈമോ കാര്യങ്ങളോ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി കിട്ടില്ല. ഹാർഡ്ലി യു ഗെറ്റ് എന്താ പറയുക, ഒരു 150-180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹാർഡ്ലി യു ഗെറ്റ് 60-72 സെക്കൻഡ്സ് ടു ആൻസർ എ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു 72 സെക്കൻഡ്സിൽ ഇത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും മേജർ ചലഞ്ച്. അപ്പം അവിടെ കൂടുതലും ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഇൻഫോർമേഷൻ റിട്രീവൽ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയാണ്. അതായത് ഒരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നേരത്തെ മാം പറഞ്ഞല്ലോ മൊത്തം പോർഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലി ഒരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മൊത്തം പോർഷൻസ് കവറപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. നിങ്ങൾ 80-90% പോർഷൻസ് കവറപ്പ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിക്കുന്ന 60% ടോപ്പിക്സ്. മാം ആൻസർ ചെയ്യുമോ ദേവിക? നിങ്ങൾ പഠിക്കുന്ന 60% പ്രോപ്പർ റിവിഷനോടെ പഠിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഒരു എക്സാമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പ്രോപ്പർ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുത്ത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓൾറൈറ്റ്. ഓക്കെ മാം, കേൾക്കുന്നുണ്ടോ ഫർസാന മാം? കേൾക്കുന്നുണ്ട്. ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അക്കാഡമിക് റിലേറ്റഡ് ആയതുകൊണ്ടാണ്. ഹൗ മച്ച് ക്വസ്റ്റ്യൻസ് ടു ബി അറ്റൻഡഡ് ഇൻ ഈച്ച് സെക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ABC-ൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടാവുക. അതായത് നമുക്ക് ഹൗ ടു അറ്റൻഡ് എക്സാം എന്നുള്ള ഒരു സാധനം അതിനകത്ത് വരുന്നത്. ഇപ്പൊ നമ്മൾ CSER എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ആളുകളും ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യും. പാർട്ട് ABC എന്ന് പറയുന്ന ഓർഡർ കീപ്പ് ചെയ്യും. സോ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് എഴുതും. ഒരാൾ എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ABC എന്ന് പറയുന്ന ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളൊരു 6 month ഒക്കെ നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ യു വാണ്ട് ടു ഫസ്റ്റ് ഫോളോ ഓൺ പാർട്ട് സിയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ട് സിയിൽ നമ്മളൊരു JRF ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ആസ്പിരന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു വാണ്ട് ടു അറ്റൻഡ് 20+ ക്വസ്റ്റ്യൻ. 25 ആണ് മാക്സിമം വരുന്നത്. അപ്പൊ 20-22 ക്വസ്റ്റ്യൻ നമ്മൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇഫ് യു ആർ അണ്ടർ എ OBC കാറ്റഗറി ഓൾ നിങ്ങൾക്ക് ഒരു 22 ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് അവിടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആ 88 മാർക്ക് നമ്മൾ മാക്സിമം അവിടെ പോപ്പപ്പ് ചെയ്ത് വെക്കണം. ആൻഡ് ഓൾസോ ബി പാർട്ട് പിന്നെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള റിവിഷന്റെ ആ ഒരു ബേസിസിലാണ് നമ്മൾ ബി പാർട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ മെമ്മറി ബേസ്ഡ് ആണ്. എന്നാലും ആ ഒരു ബി പാർട്ടിനകത്ത് നമ്മൾ ഇപ്പൊ ഇത്രയും സ്കോറിംഗ് യൂണിറ്റ്സ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് ഓൺ ഔട്ട് ഓഫ് മാക്സിമം 35 ആണ് നമുക്ക് എഴുതാൻ പറ്റുക. അവിടെയും നമ്മൾ 20-22 വരെ 20 മുതൽ 22 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ മാക്സിമം നമുക്ക് എന്തായാലും 30+ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. 20-22 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം അവിടെ അറ്റൻഡ് ചെയ്യാം. എ പാർട്ടിൽ പിന്നെ നിങ്ങളുടെ IQ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എത്രത്തോളം ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാനൊക്കെ ബേസിക്കലി എഴുതിയിരുന്ന സമയത്ത് മാക്സിമം അറ്റൻഡ് ചെയ്യുന്നത് ഒരു 6-8 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. മിനിമം ഒരു 4 അറ്റൻഡ് ചെയ്യാം. ഒരു 8 വരെയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവും. അതായത് 4 എണ്ണം ബിലോ ആവറേജ് ആണ്, ഒരു 4 എണ്ണം മോഡറേറ്റ് ആവറേജ് ആണ്. അതിന്റെ അപ്പുറം ഉള്ളത് നമുക്ക് കട്ട പുകയായിരിക്കും.
എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പം മിനിമം ഒരു 4 to 8 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓൾറൈറ്റ് മാം, പിന്നെ നമുക്ക് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആക്ച്വലി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ വെബിനാറിൽ. ഓക്കെ, ഞാൻ ഗോപികനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യട്ടെ. ഗോപിക കേൾക്കുന്നുണ്ടോ? ഗോപിക കേൾക്കുന്നുണ്ടോ? ഓൾറൈറ്റ്, ഗോപിക ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. Yes, Yes, Gopika, sir. കേൾക്കുന്നുണ്ടോ? Okay. Yeah. If you're comfortable, you can switch on the video. Audio മതിയോ sir? All right, no problem. Okay. So ഗോപിക ഇവിടുന്ന് എന്താ പറയുക പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഗോപികയുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് പേര് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രഷേഴ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാണ് അല്ലെ. അപ്പൊ അവരോട് എന്താണ് ഗോപിക ആക്ച്വലി ഷെയർ ചെയ്യാനുള്ളത്? അതേപോലെ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ ആസ്പെക്ടിൽ ഒരു കോച്ചിങ് എന്നുള്ളത് ഗോപികനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഹലോ എനിക്ക് വന്നിട്ട് ഞാൻ ആക്ച്വലി തേർഡ് ടൈമാണ് ഇവിടെ ഇപ്പം CSIR ഞാൻ ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എക്സാം ഞാൻ ജസ്റ്റ് വെറുതെ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് CSIR എക്സാം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് സെക്കൻഡ് ടൈം ആയപ്പോഴാണ് എനിക്ക് എന്താ പറയാ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പം ഓക്കെ എങ്ങനെയൊക്കെയാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നമ്മുടെ അപ്പാർട്ട് ഫ്രം സിലബസ് കുറച്ച് സബ്ജക്റ്റ് ചിലത് നമുക്ക് ഓൾറെഡി അറിയാത്ത കുറെ സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ അറിഞ്ഞ് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോച്ചിങ് കാര്യങ്ങളും ഇതൊക്കെ നോക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എയ്ഫർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി PG ക്യുവറ്റിന്റെ ഒരു കോച്ചിങ്ങിന് ഇതില് ഐഫറിൽ മുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആക്ച്വലി കോൺഫിഡന്റ് ആയിരുന്നു ഐഫറിൽ ചേർന്നാൽ നമുക്ക് കുറച്ചൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അപ്പൊ മുന്നേക്കൂട്ടി ഞാൻ എന്റെ PG സമയത്താണ് ചേർന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് പ്രൊജക്ടിന്റെ ടൈമില്. അപ്പൊ ചേർന്നപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാനും ക്ലാസ്സിലൊക്കെ ഇതൊക്കെ ആക്റ്റീവ് ആവാനൊക്കെ ഭയങ്കര ഒരു പിന്നോട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു. അപ്പം പിന്നീട് നമ്മുടെ അസിസ്റ്റന്റ് മെന്റേഴ്സ് ആയിട്ടുള്ള മാം ഫസാന മാമും റംന മാമും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യം ഞാൻ അങ്ങനെ MSc പിന്നെ ലാസ്റ്റ് പ്രൊജക്ട് തീസി സബ്മിഷൻ അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ എനിക്ക് ഇതിലധികം കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ലാസ്റ്റ് 2 month ഒക്കെയാണ് കറക്റ്റ് ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ജസ്റ്റ് എന്താ അങ്ങനെ എന്താ വെച്ചാല് നമുക്ക് ഒരു വലിയ ഒരു സിലബസ് ആണ്. അപ്പൊ ആ വലിയ സിലബസിന് ജസ്റ്റ് നമ്മൾ എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ എന്ന് എനിക്ക് ആ എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി. അതിന്റെ ടഫ്നെസ് എത്രയാണ്, ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷൻ എങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഷൈ ആയിട്ട് പിന്നീട് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എന്റെ ഷെല്ലിൽ നിന്ന് പുറത്തു വരണം, എന്നാൽ തന്നെയാണ് എനിക്ക് മുന്നോട്ട് ഒരു ഇതുണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഫർസാന മാമിനോട് പിന്നെ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ മാമിനോടും പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് മാം ഇഷ്യൂസ് കാര്യങ്ങൾ, എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവാണ്, എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അറിയില്ല, ഇങ്ങനെയൊക്കെയാണ്. ചില ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ചിലത് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മാമാണ് ഫുള്ള് ഇപ്പോഴും തന്നെ മാം നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെയാണ്. മാം എപ്പോഴും എന്താ പറയാ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്കിപ്പം ഡൗട്ടുകൾ എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മാം മാക്സിമം 24 hours ഉള്ളിൽ എന്തായാലും മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ സിലബസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ കറന്റ്ലി ഞങ്ങൾക്ക് എന്താ കൺസിസ്റ്റൻസി ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഡെയിലി നമ്മൾ എത്രത്തോളം ഹവേഴ്സ് നമ്മൾ അതില് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു CSIR വേണ്ടിയിട്ട്, അതില് നമ്മൾ എന്തൊക്കെ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് 2 എക്സാം കഴിഞ്ഞപ്പോഴും മനസ്സിലായത് നമ്മൾ ജസ്റ്റ് സിലബസ് ഇങ്ങനെ പഠിച്ചു പോകുന്നതിനുപരി കുറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താലാണ്, മുന്നേ കൂട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് ഒന്നും കൂടി നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആവുക. നമ്മൾ കുറെ കൺസെപ്റ്റ് മനസ്സിലാക്കാനുണ്ട് അപ്പാർട്ട് ഫ്രം തിയറിറ്റിക്കൽ പാർട്ട്. അപ്പം അതിന് ക്ലിയർ ചെയ്യാനും മാമിന്റെ ക്ലാസ്, എല്ലാ സാറുമാരും ടീച്ചേഴ്സിന്റെ ക്ലാസ് ഈ ഐഫറിൽ
വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ടിൽ നൗ. അപ്പം പിന്നെ വന്നിട്ടുള്ളത് പിയർ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ ആദ്യം എനിക്ക് ഒരു എന്താ പറയാ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ലാസ്റ്റത്തെ മന്ത് അതിന്റെ ഞങ്ങൾ അത്ര അങ്ങോട്ട് കുട്ടികളും തമ്മിൽ തന്നെ ഞങ്ങള് സ്റ്റുഡൻസ് തമ്മിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ, അപ്പൊ അധികം അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം വന്നിട്ടുള്ള ഫോക്കസ് ഗ്രൂപ്പ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു അറൌണ്ട് ലൈക്ക് 4 months 5 monthsന്റെ അടുത്തായി ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ ഓക്കേടാ പറഞ്ഞൊരു ടൈം ഒക്കെ മാറ്റി ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ ഡിസ്കസ് ചെയ്യും. എന്നും ഡെയിലി ഞങ്ങള് ലൈക്ക് മിനിമം 1 hour എങ്കിലും ഇരുന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എന്നും സോൾവ് ചെയ്യാറുണ്ട് ഇപ്പം കറന്റ്. അപ്പം അവരും തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഫ്രണ്ട്സും തമ്മിൽ. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചിലര് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവല്ലോ, 5 minutesന്റെ ഉള്ളിൽ തന്നെ 1 hour സംഭവങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ കൺസെപ്റ്റ് മാം പറഞ്ഞത് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഈ പിയർ ഗ്രൂപ്പ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമായിട്ട് എന്റെ സ്റ്റഡീസിലും തന്നെ ഞാനിപ്പം മോക്ക് ടെസ്റ്റ് ഡെയിലി ടെസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ മുമ്പേ ചെയ്തത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ പിയർ ഗ്രൂപ്പുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിലൊക്കെ അറൌണ്ട് അത്യാവശ്യം എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ മോക്ക് ടെസ്റ്റ്, മെഗാ മോക്ക് ടെസ്റ്റ് അങ്ങനെ കുറെ സജ്ജീകരണങ്ങൾ ആപ്പിൽ അവൈലബിൾ ആണ് ഐഫറുടെ. അപ്പം അതുവഴി തന്നെ ഞങ്ങൾക്ക് എന്താ പറയാ കുറെ PYQ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ലോ സ്കോറിംഗ് യൂണിറ്റ്സ് എവിടെയാണ്, നമ്മൾ എവിടെയാണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നത്തെ ഈ ഐഫറിലുള്ള CSIR കിട്ടിയ ആൾക്കാരുടെ ഇതേമാതിരി വെബിനാർ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതും ഒക്കെ നമുക്ക് എന്താ പറയാ ഒരു നല്ലൊരു മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഇടയ്ക്ക് ഭയങ്കര ഡൗൺ ആവുന്ന മാതിരി തോന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം ഇരിക്കുമ്പോഴും ഇതൊക്കെ. പക്ഷെ പിയർ ഗ്രൂപ്പും മാമും എല്ലാരോടും ഡിസ്കസ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ നല്ല ഒരു എന്താ പറയാ ഒരു എക്സ്ട്രാ ഒരു അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. അപ്പൊ നമുക്കൊരു ബൂസ്റ്റപ്പ് കിട്ടും. പിന്നെ നമ്മുടെ ആപ്പിൽ തന്നെ അൻവർ സാറുടെ മോട്ടിവേഷൻ പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു നല്ലൊരു ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ ഒരു പഠനത്തിലോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു ഗോപിക. ആൻഡ് ഇനി എനിക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിനോടാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഇത്രയും നേരം ഈ സെഷൻസ് ആയിട്ട് സ്റ്റുഡൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോരുത്തരും ഓക്കെ എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ടൈം കൊണ്ട് ഇത് കിട്ടും? ഇപ്പൊ നിങ്ങൾ അക്കാഡമിക് സൈഡ് അതിന് മുമ്പ് ഫർസാന മാം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് മാം ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഞാൻ ആക്ച്വലി വിട്ടുപോയി. ഡു യു ടേക്ക് ക്ലാസ്സസ് ഫോർ പാർട്ട് എ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ 2? അഖില ചോദിച്ചതാണ്. അതെ ഷുവർ. പാർട്ട് എ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പാർട്ട് എ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് സിലബസ് ഇല്ല അതിനകത്ത്. നമുക്ക് കയ്യിലുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് വെച്ച് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് അതിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ലൈവ് സെഷൻസിൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ എല്ലാവരോടും കൂടിയാണ്. നിങ്ങളിപ്പോൾ അക്കാഡമിക് സൈഡ് കേട്ടു, ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റൈൽ കേട്ടു, ഇതിന്റെ ഒരു മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇത് എത്ര ടൈം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പേഴ്സണലി ഓരോരുത്തരുടെ ഇൻഡിവിജ്വലി ആണ്. കാരണം നമ്മളെല്ലാവരും പല സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണ്. ചില ആളുകൾ സ്കൂൾ മുതൽ അക്കാഡമിക്സ് വളരെ ഫോക്കസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ച് ടൈം മതിയാവും. സ്കൂളിലും നമ്മൾ അവിടെ വീക്ക് ആണ് എന്ന് നമുക്ക് കുറേ കൂടി കൂടുതൽ ടൈം വേണ്ടി വരും. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി തോന്നുന്നത് നിങ്ങൾക്ക് എത്രയാണോ കംഫർട്ടബിൾ ആയിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും, ആ ടൈം ഒന്ന് ചാറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്ത്. ചിലർക്ക് 5 ആയിരിക്കാം, ചിലർക്ക് 6 ആയിരിക്കാം, ചിലർക്ക് 7 ആയിരിക്കാം അല്ലെ. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ടൈം ഡ്രോപ്പ് ചെയ്തോളൂ. അത് തെറ്റാകാം ശരിയാകാം, എന്താണെങ്കിലും നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഷാനി അലൻ എല്ലാവരും ഡ്രോപ്പ് ചെയ്ത്. നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഇത്ര മന്ത് കൊണ്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അഖിലയ്ക്ക് ഡ്രോപ്പ് ചെയ്യാം, ഷാദിയക്ക് ഡ്രോപ്പ് ചെയ്യാം. ഷാദിയ ഫ്രഷർ ആണ്. ഓക്കെ, ഷാദിയ 7 months ആണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 5 to 6. ദേവിക്ക് 5 to 6 ആണ്. ഷാദിയക്ക് ആണ്. ഷഹർബാൻ വീക്ക് കെയർ മാനേജർ 5 months ആണ്. പിന്നെയോ 6 months. ആയിഷയ്ക്ക് 6 months ആണ്. അലൻസി സിത്താരയ്ക്ക് 6 months ആണ്. ഓൾറൈറ്റ്.
നന്ദനയ്ക്ക് 6 month ആണ്. സിത്താര ഐ ഗസ് യു ഓൾറെഡി എക്സാം എഴുതിയിട്ടുള്ള ആളാണ് അല്ലേ 2 തവണ, റൈറ്റ്? 6 month. പിന്നെയോ നന്ദന, അതേഴ്സ് അഖില, ഷാരോൺ, നിക്കിത, നിതിൻ, ദിൽന, ഒരുപാട് പേരില്ല ആക്ച്വലി മീറ്റിംഗിൽ, എല്ലാവരും ഡ്രോപ്പ് ചെയ്തേ. അഫ്രാൻ നസ്ലിൻ 1 year ആണ്. 1 year ഒക്കെ വേണോ മാം ഫസാന? ഓക്കെ. പിന്നെയോ ഓൾ റൈറ്റ്. സി ഇത് അല്ല, ഓക്കെ, സിത്താര അല്ല, 7 to 8 months ആണ് ഓൺ ആൻ ആവറേജ്. ഇത് ആക്ച്വലി ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ 6 to 7 months അല്ലേ മാം നോർമലി ഒരാളെ സംബന്ധിച്ചിട്ട്. എഗെയിൻ ദാറ്റ് ആൾസോ ഡിപ്പെൻസ് ഓൺ യുവർ ഇൻഡിവിജ്വൽ ബ്രില്യൻസും ഇന്റലിജൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇതില് നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ആവശ്യമുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളും അതേപോലെ തന്നെ JRF അല്ലെങ്കിൽ നെറ്റും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് അറിയാന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ പല ആളുകളും ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻസിക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളില്ലേ? നിങ്ങൾ കൺസിസ്റ്റൻസിക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണോ? ആണെങ്കിൽ തംസപ്പ് തരാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ടാവും എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ് അല്ലെ? ആർക്കും ഇല്ലാത്തൊരു ഇഷ്യൂ അല്ല, എല്ലാവരും ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നമ്മൾ ചലഞ്ച് ഫേസ് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻസി വരുന്നത്. റൈറ്റ്? ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് എന്താണ്? ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളും JRF അല്ലെങ്കിൽ നിങ്ങളും നെറ്റും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനീഷ്യലി വൺസ് യു സ്റ്റാർട്ട് എൻറോളിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പ്രിപ്പറേറ്ററി ടെസ്റ്റ് ആണ്. അപ്പൊ ഈ പ്രിപ്പറേറ്ററി ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു തരും നിങ്ങൾ എവിടെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, നിങ്ങൾ എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ JRF കിട്ടിയ കുട്ടി നിങ്ങൾ തമ്മിലൊരു കമ്പാരിസൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞുതരും. സോ വൺസ് ആ ക്ലാരിറ്റി ഉള്ളതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഇവിടുന്ന് ഫർസാന മാമും നമ്മുടെ അസിസ്റ്റന്റ് മെന്റേഴ്സും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഈ ഡിസ്റ്റൻസ് അറിഞ്ഞു കഴിയുമ്പോൾ അത് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ള സമയത്താണ് നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാവുക. നമുക്ക് ഒരു കാര്യത്തിനോട് ഹോപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. നമുക്കിത് കിട്ടൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനു വേണ്ടി പണിയെടുക്കില്ല അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ കിട്ടൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പണിയെടുക്കില്ല. സോ ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് എന്താണ്? നമുക്കൊരു ക്ലാരിറ്റി വേണം ദാറ്റ് നിങ്ങളും JRF തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യും. വൺസ് എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വീക്ക്ലി 2 to 3 ക്ലാസ് അല്ലെങ്കിൽ 3 to 4 ക്ലാസ് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെന്റ് അല്ലേ മാം? അപ്പം അതേപോലെ തന്നെ നമുക്കിവിടെ ഡെയിലി എക്സാംസ് ഉണ്ടാവും. അപ്പൊ ഈ ഡെയിലി എക്സാംസും വീക്ക്ലി എക്സാംസ് മന്ത്ലി എക്സാംസ് ഇങ്ങനെ ആയിരിക്കും വരിക. സ്ട്രക്ചറിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഈ ഒരു കൺസെപ്റ്റ് റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ റിവിഷൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയാം. അതായത് നിങ്ങൾ ഒരേ ടോപ്പിക്കിന്ന് ഡെയിലി എക്സാംസ് എഴുതി, പിന്നെ നിങ്ങളൊരു വീക്ക്ലി എക്സാംസ് എഴുതും. ഇപ്പൊ വീക്ക്ലി എക്സാംസ് എഴുതുമ്പോൾ അതേ ടോപ്പിക്കിൽ ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മന്ത്ലി എക്സാംസ് എഴുതും. മന്ത്ലി എക്സാംസ് എഴുതുന്ന സമയത്ത് ഒരേ ടോപ്പിക്കിന് ഡിഫറെന്റ്, അതായത് നിങ്ങൾ തേർഡ് എക്സാം എഴുതുമ്പോഴേക്ക് ഒരേ ടോപ്പിക്കിന് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരുത്താനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. നിങ്ങളുടെ റിവിഷനും അവിടെ കംപ്ലീറ്റ്ലി നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിലോട്ട് വരുമ്പോൾ, ഒരു മേജർ എക്സാംസിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റീവ്ലി ഈസി ആയിരിക്കും ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് യു വിൽ ഓൺലി ടേക്ക് ലെസ് ടൈം. ഇത് എഴുതാനും നിങ്ങൾക്ക് കുറച്ച് സമയം മതിയാവും. ഇതാണ് ആദ്യം നമ്മളിവിടെ ചെയ്തിരുന്ന ഒരു കാര്യം. സോ അൾട്ടിമേറ്റ്ലി നിങ്ങൾ കൂടുതൽ PYQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മൊഡ്യൂളിൽ നമ്മൾ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം നിങ്ങൾ എഴുതി കഴിയുമ്പോഴും നമ്മൾ മന്ത്ലി നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തരും. പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ബീങ് എ മെന്റർ അല്ലെങ്കിൽ ബീങ് എ കോച്ച്, ഫർസാന മാമിന്റെയും എയ്ഫറിന്റെയും മേജർ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരിക എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇന്നത്തെ കാലത്ത് ആക്ച്വലി ലേണിംഗ് പ്രോസസ്സിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്. അതായത് എല്ലാവരും പറയും എന്താ, കുറച്ചും കൂടി പഠിച്ചാൽ മതി മാർക്ക് കിട്ടും, കുറച്ചും കൂടി എഫേർട്ട് എടുത്താൽ മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയല്ല നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണ്ടേ. നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് ഏതൊക്കെ മൊഡ്യൂളിലാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത്, എവിടേക്കാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളത് എന്നുള്ളൊരു പ്രോപ്പർ ക്ലാരിറ്റി തരും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ വീണ്ടും റീസ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പം അനീസ്ക പറയുന്ന ഒരു കാര്യമാണ്, അനീസ്കനെ അറിയാൻ മതിയോ, നമ്മുടെ ഫൗണ്ടർ ആണ്. 8 നെറ്റ് 2 ഡിഫറെന്റ് സബ്ജക്റ്റിൽ JRF ഉള്ള ഒരാളാണ്. അപ്പൊ സാറ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് ഒരു ചുമ്മാ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അടിപൊളി ആവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തെറ്റ് ചെയ്യാനാണ് അടിപൊളിയാവുന്നത്. ഇഫ് യു വോണ്ട് ടു പ്രാക്ടീസ്, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യം പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുള്ളൂ, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറുള്ളൂ. ഇപ്പൊ സിമിലർ വേ നമ്മളിപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ റിപ്പീറ്റ് ചെയ്ത് കുറെ പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അവിടെ മാത്രം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, നിങ്ങൾ എവിടെയാണോ വീക്ക് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. ആ വീക്ക് ആയിട്ടുള്ള ഏരിയാസ്
ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കണം ഫർദർ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ക്ലിയർ ആവുന്നുണ്ട്? ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട് തംസപ്പ് തരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമല്ലോ തംസപ്പ് കാര്യങ്ങൾ, കാരണം എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു നിങ്ങളുടെ റെസ്പോൺസിലൂടെ ആയിരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ പ്രൈമറിലി ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും, നിങ്ങളും JRF തമ്മിൽ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് അതിന്റെ ഫീഡ്ബാക്ക് തരും. ഫീഡ്ബാക്കിന്റെ കൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് റീസ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ARF എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻസ് ആണിത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് CSIR സ്റ്റുഡൻസിന്റെ കൂടി എക്സാം എഴുതുമ്പോൾ അവിടെ നിങ്ങളുടെ കൂടെ എന്തായാലും ആ തവണ നെറ്റോ അല്ലെങ്കിൽ JRF കിട്ടുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടാവും. അപ്പൊ ആ സ്റ്റുഡന്റും നിങ്ങളും തമ്മിലേക്ക് ഒരു കമ്പാരിസൺ ചെയ്തിട്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ക്ലാരിറ്റിയും കൂടിയാണ് അവിടെ ബിൽഡ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മളെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വൈ A4 സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടന്റ് ആണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ള എക്സാംസിന്റെ റിസർച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ ബേസിസിലാണ് നമ്മളിപ്പോൾ കോണ്ടന്റും കാര്യങ്ങളും എല്ലാം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ടെക്നിക്കൽ ഇമോടെക് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞുതരാം. ഇതിൽ പല ആളുകളും പല കാര്യങ്ങളായിട്ട് കമ്മിറ്റഡ് ആയിരിക്കും. ചില ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെ? ചില ആളുകൾ മദേഴ്സ് ആയിരിക്കും, പിന്നെയോ ചില ആളുകൾ എന്താ PG ചെയ്യുന്ന ആളുകളായിരിക്കും. ഇപ്പം യു മൈറ്റ് ബി എൻഗേജ് ഇൻ സം സോർട്ട് ഓഫ് ആക്ടിവിറ്റി. അപ്പം ഈ ആപ്ലിക്കേഷന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 അവർ എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലേക്ക് വീഡിയോ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫോർമാറ്റ്സിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കേട്ട് പഠിക്കാം, കണ്ടു പഠിക്കാം, ചെയ്തു പഠിക്കാം, വായിച്ചും പഠിക്കാം. അപ്പൊ ഈ 4 ഫോർമാറ്റിലും ഉണ്ട്. അതും എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വേ ഓഫ് ലേണിംഗ് ഉണ്ട്. ചില ആളുകൾ കണ്ടു പഠിക്കുമ്പോഴായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം. ചിലർക്ക് വായിച്ച് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ, ചിലർക്ക് എഴുതി തന്നെ പഠിക്കണം. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ഫോർമാറ്റിലുള്ള ആളുകൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് മേക്ക് യുവർ ഓൺ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മേക്ക് യുവർ ഓൺ ടെസ്റ്റിന്റെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ടിൽ ലെറ്റ്സ് ഈ ഒരു മൊഡ്യൂളിലാണ് ദിൽന അല്ലെങ്കിൽ സിത്താര വീക്ക് എന്ന് വെച്ചോ. സിത്താര എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MYOT എന്ന് പറയുമ്പോൾ മേക്ക് യുവർ ഓൺ ടെസ്റ്റ്, ആ സെക്ഷനിൽ പോയിട്ട് ആ വീക്ക് ആയിട്ടുള്ള മൊഡ്യൂൾസ് സെർച്ച് ചെയ്യാം. അപ്പൊ അതിനെ ആസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും സിത്താരയ്ക്ക് വരുന്നുണ്ടാവുക. അപ്പൊ സിത്താര ആ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീക്ക് ആയിട്ടുള്ള ഏരിയ സിത്താരയ്ക്ക് എന്താവും, ഇമ്പ്രൂവ് ചെയ്ത് സിത്താരയുടെ സ്ട്രോങ് ഏരിയ ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ റാൻഡം ആയിട്ട് കുറെ പ്രിപ്പയർ ചെയ്യും. റാൻഡം ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതിൽ ഒരുപാട് പേർക്ക് യൂട്യൂബൊക്കെ നമ്മൾ നോക്കും. യൂട്യൂബൊക്കെ നോക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ചിലപ്പോൾ 1 അവറിന്റെ വീഡിയോ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അറിയാം ഓക്കെ ഈ ഒരു വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത്. അതേപോലെ തന്നെ വേറെ യൂട്യൂബ് വീഡിയോയിൽ പല പല കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ലേണിംഗ് ടൈം ഫ്രെയിം ഒരുപാട് കൂടും. ലേണിംഗ് ടൈം ഫ്രെയിം കൂടുമ്പോൾ നിങ്ങൾ കുറച്ച് പോർഷൻസ് കവറപ്പ് ചെയ്തൊരു ഫീലിംഗ് ആവും. കുറച്ച് കവറപ്പ് ചെയ്ത പോർഷൻസ് ആവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് ഡ്രോപ്പ് ആവും. അവിടെ നമ്മൾ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളും ഈ സെഷൻസിൽ ഉണ്ടാകാം. നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നതാണ്, സ്റ്റുഡൻസ് പറയുന്നതാണ്, അവർ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലഞ്ച്. ആൻഡ് സെക്കൻഡ് തിങ്, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ മിസ്സാണ് പലപ്പോഴും നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ എന്ന് പറയുമ്പോൾ ലെറ്റ്സ് എ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ ജോലി പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന എന്താണെന്നാണ്, ബിക്കോസ് ദർ ഇസ് സംബഡി ടു വാലിഡേറ്റ്, അല്ലെ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യാനും സംബഡി വിൽ ബി ഗിവിങ് യു ഗൈഡൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് അവിടെ തരുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. അപ്പൊ ഈ അക്കൗണ്ടബിലിറ്റി കുറയുന്ന സമയത്ത് ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഇമ്പാക്ട്സ് യുവർ പെർഫോമൻസ്. അപ്പം ഇവിടെ ഒരു സ്റ്റുഡന്റ് ഓൺബോർഡ് ആകുമ്പോൾ നമ്മളൊരു പേഴ്സണൽ മെന്റർ അവർക്ക് അലൈൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു പേഴ്സണൽ മെന്റർ ഉള്ള സമയത്ത് ദേ വിൽ ബി കോൺസ്റ്റന്റ്ലി നിങ്ങളെ പോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം യു വിൽ ബി ഓട്ടോമാറ്റിക്കലി ഇൻ ദ സോൺ. ആ സോണിലോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് പോവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്കും എന്താ പറയുക, ചിലപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കും വേണ്ടി വരിക, ചിലപ്പോൾ നിങ്ങൾക്ക് അക്കാഡമിക് സപ്പോർട്ട് ആയിരിക്കും വേണ്ടി വരാം, അല്ലെ? വി ഗോ ത്രൂ ഡിഫറെന്റ് തിങ്സ് ഇൻ എ ഡേ. അപ്പം ചില സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് ടയേർഡായിട്ട് വരും, യു ഡോണ്ട് ഹാവ് ദ എനർജി ടു ടേക്ക് ദ ക്ലാസ്. അങ്ങനത്തെ പല സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോകും. അപ്പൊ അവിടെ വരുന്ന സമയത്ത് ഇഫ് ദർ ഇസ് സംബഡി ടു എന്താ പറയുക മോണിറ്റർ ചെയ്യാനും സംബഡി ടു ഗൈഡ് യു, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഗോപിക പറഞ്ഞ പോലെ ഒരാൾ ചില സമയത്ത് മോട്ടിവേഷൻ ആവശ്യമുണ്ട് നമുക്ക്. അപ്പം ആ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെന്റേഴ്സ് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ലാസ്റ്റ്ലി നമുക്കൊരു കോണ്ടന്റ് ഉണ്ട്, നമ്മുടെ മെറ്റീരിയൽസ് ആണ്. ഈ മെറ്റീരിയൽസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂൾ വൈസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.
പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ എക്സാം, പ്രീവിയസ് ഇയർ എക്സാംസ്, മുമ്പ് നടന്ന CSIR എക്സാംസിന്റെ ഒക്കെ ബേസിസിൽ ഈ മൊഡ്യൂൾസ് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ പ്രയോറിറ്റി കൊടുത്തിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ പ്രയോറിറ്റി ബേസിസിൽ നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യുവർ ചാൻസ് ഓഫ് പ്രോബിലിറ്റി ഓഫ് സ്കോറിംഗ് എന്താണ് ഇംപ്രൂവ് ചെയ്യുകയാണ്. സോ ബേസിക്കലി ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി. അപ്പം ബേസിക്കലി നല്ലൊരു സ്ട്രാറ്റജി നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന സ്ഥലം നോക്കുക. അവിടെ യൂസ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജി ബേസിക്കലി. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുക, ഒരു റാൻഡം ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല. കാരണം അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത്. കാരണം ഇൻഫോർമേഷൻസ് ഇപ്പൊ എല്ലാവർക്കും പ്ലെന്റി ആയിട്ട് അവൈലബിൾ ആണ്. വളരെ ഡെമോക്രറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കോണ്ടന്റ് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത്. ഇപ്പം രേഷ്മയ്ക്ക് വേണമെങ്കിൽ ChatGPT-നോട് പോയിട്ട് ChatGPT-യിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജസ്റ്റ് CSI നെറ്റിന്റെ സിലബസോ കാര്യങ്ങളോ ചോദിക്കാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ, ഒരു മിനിറ്റ്. അപ്പം CSIR-ന്റെ സിലബസോ കാര്യങ്ങളോ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോണ്ടന്റ് നിങ്ങൾക്ക് തരും. നൗ ദ അൾട്ടിമേറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് എന്താണ്, ഇതിൽ സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അതിനാണ് ഫർസാന മാമും നിങ്ങളുടെ അസിസ്റ്റന്റ് മെന്ററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബേസിക്കലി നമ്മുടെ പ്രിപ്പറേഷൻസിന്റെ. ഈ പറഞ്ഞ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ആരോ അൺമ്യൂട്ടഡ് ആണല്ലോ, ഷിയോമി അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി എഗെയിൻ ഒരു തംസപ്പ് തരാമോ? ഓക്കെ, ഖദീജയ്ക്ക് ക്ലിയർ ആയി, ഷാദിയയ്ക്ക് ക്ലിയർ ആയി, പിന്നെ ആയിഷയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെയോ ബാക്കിയുള്ളവരോ? ആദിത്യ കൃഷ്ണ, ഫാമിദ, സിത്താര, അഫ്ര, അനു, മുസ്താഖ്, നജ്മ, ഓൾറൈറ്റ്, ആയിഷ, മുസ്താഖ്, ഫാമിദ, അനു. ഓക്കെ, ദിൽറുബ, അലൻസി, വിൻസൻ, മിഥില, നന്ദന. ഓൾറൈറ്റ്, നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയോ? പറഞ്ഞ എന്താ കാര്യങ്ങൾ ക്ലിയർ ആയോ? എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻസ് എന്നുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത്? പേഴ്സണലി ഐ മീൻ മാമിൻ്റെ അടുത്തോ എൻ്റെ അടുത്തോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്യാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ചോദിച്ചോളൂ. നിങ്ങൾ ആ ഡൗട്ട് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറൊരു, ഇപ്പം ചില ആളുകൾ കംഫർട്ടബിൾ ആയിരിക്കില്ല ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഡൗട്ട്സും കൂടി ക്ലിയർ ആവും. അല്ലേ? സിത്താര കേൾക്കുന്നുണ്ടോ? സിത്താര കേൾക്കുന്നുണ്ടോ? ഖദീജ, അമാന, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, സിത്താരയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സിത്താരയുടെ കേസസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇൻഡിവിജ്വലി കേസസ് ഡിസ്കസ് ചെയ്യാറുണ്ട് വെബിനാറിൽ തന്നെ, സോ ദാറ്റ് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പം യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ദെൻ യു ക്യാൻ സ്പീക്ക് അപ്പ്. എന്താണ് സബ്ജക്ട് എടുത്തത്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. കോഴ്സിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായോ? കോഴ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, സിത്താര പറയൂ. സിത്താര നെറ്റ് ആദ്യമായിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്? ഹലോ, സാർ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് പ്രിപ്പറേഷൻ Audible സ്റ്റാർട്ട് ചെയ്തത് സിത്താര? ജസ്റ്റ് ഞാൻ പാസ് ഔട്ട് ആയതേ ഉള്ളൂ. PG കറക്റ്റ് കംപ്ലീറ്റ് എങ്ങനായിരിക്കും ചെയ്തതാണ്? എക്സാം എന്നറിയാം. കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. ഇപ്പൊ ഈ ഇയർ ഓക്കെ, ഇറങ്ങുവാണ്. ഈ ഞാൻ ഇയർ ബയോകെമിസ്ട്രി എടുത്തത്. കേട്ടില്ല. ബയോകെമിസ്ട്രി ആണ് എന്റെ സബ്ജക്ട് PG-യുടെ. ബയോകെമിസ്ട്രി ആണ് സിത്താര എടുത്തിട്ടുള്ളത്. ഈ ഒരു വർഷം PG കംപ്ലീറ്റ് ചെയ്യാണ് അല്ലേ? അതെ. ഈ ഡിസംബർ എക്സാമിൽ ക്ലിയർ ചെയ്യാനാണോ സിത്താരയുടെ പ്ലാന്? ഓക്കെ, എന്താണ് സിത്താരയുടെ കൺഫ്യൂഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? കുറെ ഇതിൽ ആൻസർ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും സിത്താരയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുണ്ടോ? ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട ഏതാണ് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മാം പറഞ്ഞല്ലോ ഓൾറെഡി അല്ലേ? പഠിക്കാൻ കേട്ടില്ല. അപ്പം അവിടെ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നു. പിന്നെ സെൽഫ് എക്സാമിന്റെ പോർഷൻസ് ഒക്കെ നോക്കി, പക്ഷെ ഇപ്പൊ കൺഫ്യൂഷൻ ആണ്. എന്താണ് സിത്താരയുടെ കൺഫ്യൂഷൻ? എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് ഇപ്പൊ പറഞ്ഞു ബയോകെമിസ്ട്രി ആ ഒരു ചാപ്റ്റർ ഒക്കെ അതിനകത്ത് തന്നെ ഡിഫറെന്റ് ടോപ്പിക് ഉണ്ടല്ലോ നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാൻ. അതിനെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സിത്താരയുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടേ. എനിക്ക് മനസ്സിലായിട്ടില്ല സിത്താര. കേൾക്കാം. ബയോകെമിസ്ട്രി ആണ് സെൽസ് പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അതിലും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ ഈ ക്ലാസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വെബിനാർ കണ്ടപ്പോഴാണ് മനസ്സിലായെന്നല്ലേ?
അപ്പൊ അമിനോ ആസിഡ്സ് ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, കാർബോഹൈഡ്രേറ്റിനെ ഫോക്കസ് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിയത് ഇപ്പൊ ഈ ക്ലാസ് കണ്ടുകൊണ്ടാണ്. All right. Very happy to know it actually. സിത്താര ഇതില് ബേസിക്കലി ഇപ്പൊ സിത്താര റൈറ്റ് ഔട്ട് ഓഫ് പി ജി ആണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഓൾറെഡി ഇൻ ദ സോൺ അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറ്, നിങ്ങൾ പി ജിയുടെ കൂടെയോ പി ജി കഴിഞ്ഞിട്ടോ ഇതിന്റെ പ്രിപ്പറേഷൻസ് ചെയ്യുക. പി ജിയുടെ കൂടെ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ഇഫ് യു കറന്റ് ഡൂയിങ് പി ജി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നെറ്റിന്റെ പ്രിപ്പറേഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പി ജിയുടെ പ്രിപ്പറേഷനെ കോംപ്ലിമെന്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് വരുമ്പോൾ ഒരു ക്വാളിഫയിങ് എക്സാമും തമ്മിൽ, ക്വാളിഫയിങ് എക്സാം ആണ് നമ്മൾ ഡിഗ്രിയിൽ എഴുതുന്നത് അല്ലേ? അപ്പം ഈ ഡിഗ്രിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടൻഷൻ സ്കിൽ, അതായത് ഓർത്ത് വെക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സാം പാസ്സാവാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരു എക്സ്റ്റെൻഡിൽ കൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും വേണം നമുക്ക് ക്വാളിഫയിങ് എക്സാം ആണെങ്കിൽ. ബട്ട് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എത്താതെ പോകുന്ന സമയത്ത് നമുക്ക് റിട്ടൻഷൻ സ്കില്ലിന്റെ ആവശ്യമുണ്ട്, ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്, ഓർത്ത് വെക്കാനുള്ള എബിലിറ്റി ഉണ്ട്. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ ക്ലാരിറ്റി, അതായത് ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ്. മനസ്സിലായില്ലേ? ഓൾറൈറ്റ്. പിന്നെ തേർഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ യുവർ എബിലിറ്റി ടു ആൻസർ, അതായത് ഒരു മൾട്ടിപ്പിൾ ആംഗിളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിത്താരയ്ക്ക് ഇപ്പം സ്കൂളിൽ നമ്മൾ സർക്കിൾ പഠിച്ച ഓർമ്മയില്ലായിരുന്നോ അല്ലെ? ഇപ്പൊ സർക്കിളിന്റെ ഏരിയ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈസിയാണ് അല്ലെ? പക്ഷേ അതേ സർക്കിളിന് നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഓർമ്മയുണ്ട് സ്കൂളിൽ? കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടാണ് ചോദിക്കുക അല്ലെ? ആ സമയത്താണ് നമുക്ക് ആ ടോപ്പിക് ഒക്കെ നമുക്ക് ദേഷ്യം വരാൻ വേണ്ടി തുടങ്ങുക അല്ലെ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് കൂടുതൽ ആവശ്യമുള്ളത്. ഫോർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊഗ്നിറ്റീവ് സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതാണ് ഞാൻ പി ജിയിലൂടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കൊഗ്നിറ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ യുവർ എബിലിറ്റി ടു ഡീൽ വിത്ത് എ സിറ്റുവേഷൻ ഓർ എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ യുവർ പ്രീവിയസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ സിത്താര ഇപ്പം നമ്മൾ 4th സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1ൽ പഠിച്ച അഡീഷനും 2ാം ക്ലാസ്സിൽ പഠിച്ച സബ്ട്രാക്ഷനും അറിയണം അല്ലെ? സിമിലർ വേ നിങ്ങൾ 1 മുതൽ ഈ പി ജി വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ നോളേജും കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ എക്സാംസ്, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? ലാസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ ടൈം മാനേജ്മെന്റ് ആണ്. അഗൈൻ ലൈക്ക് ഐ ടോൾഡ് യു, നമ്മൾ എന്താ പറയാ, ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ ഒരു ഇത്ര ടൈം സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അത് എഴുതാനും പറ്റണം. ആൻഡ് ഓഫ് കോഴ്സ് സ്ട്രെസ് മാനേജ്മെന്റിന്റെയും കൂടി ആവശ്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്കിൽസ് ആണ് ബേസിക്കലി ഈ ഒരു കോച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓൾറൈറ്റ്. സിദ്ധാർത്ഥ് അഗൈൻ ബാക്കി ഫർസാന മാം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്, എങ്ങനെയാണ് അതിന്റെ ഫോക്കസ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അല്ലേ മാം? സബ്ജക്ട് വൈസ് ഫോക്കസിന്റെ ക്ലാരിറ്റി കിട്ടി എന്നാണ് പറഞ്ഞത്. മിക്കപ്പോഴും നമ്മളിപ്പോ CSE ആണ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പറ്റുന്ന ഇതായിരിക്കും, നമ്മൾ ആ ടോപ്പിക്കിന് വാസ്റ്റ് ആയിട്ട് പഠിക്കുന്നുള്ളത്. നമുക്ക് ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്ത നമ്മൾ സ്കിപ്പ് ഔട്ട് ചെയ്യുക, ആവശ്യമുള്ളതിൽ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു സാധനം നമ്മൾ പ്രിപ്പറേഷൻ, നമ്മൾ ആ ഫോക്കസ് ചെയ്യുന്ന യൂണിറ്റുകൾ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ദൈവമേ ഇത് ഞാൻ പഠിച്ചതാണല്ലോ എന്നുള്ള ഒരു വല്ലാത്ത സന്തോഷം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഉണ്ടാവും. ഡെഫിനറ്റ്ലി രഘുല് പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ പാർട്ട് സി ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടിരുന്ന പല ക്വസ്റ്റ്യനും അതിങ്ങനെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ആക്ച്വലി സി പാർട്ടിൽ വരിക. അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ പല ആംഗിളിൽ നിന്ന് ഇവിടെ കാണാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ പല ആംഗിളിൽ നമ്മൾ കാണാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. ബയോകെമിസ്ട്രി ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്കോറിംഗ് യൂണിറ്റുകളെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്, സ്കിപ്പ് ഔട്ട് ചെയ്യേണ്ട പോർഷൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ മാം, ഐ ഗസ് ഇതിലിപ്പോൾ നിങ്ങൾ കുറേ പേര് ഈ പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ചില ആളുകൾ ഓൾറെഡി നമ്മുടെ കൗൺസിലേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, ചില ആളുകൾ കണക്റ്റഡ് ആയിരിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും സബ്ജക്റ്റും ചാറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലർ നിങ്ങളെ കണക്ട് ചെയ്യും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ വെബിനാറിലെ പാർട്ടിസിപ്പൻസിനെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പാർട്ടിസിപ്പൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഈഫർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിന്റെ ഫീസിന്റെ മുകളിൽ പ്രൈസ് റിഡക്ഷൻസും കാര്യങ്ങളും തരുന്നുണ്ട്. ഓൾറൈറ്റ്. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ചാറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം. കുറച്ച് പേര് എനിക്ക് പേഴ്സണലി ചാറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി അയക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും സബ്ജക്റ്റും ഡ്രോപ്പ് ചെയ്യാം. നമ്മുടെ കൗൺസിലേഴ്സ് വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിലേക്കുള്ള എൻറോൾമെന്റിനെ പറ്റിയിട്ടും കോഴ്സിന്റെ ഫർദർ ഡീറ്റെയിൽസ്, അതിന്റെ അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും,
ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇഫ് യു ആർ പ്ലാനിങ്, എന്തായാലും ഫ്യൂച്ചറിലോട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. കാരണം ഈ പറഞ്ഞ വെബിനാർ ഓഫേഴ്സ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തോടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ERP നമ്മുടെ ടെക് സൈഡിലൂടെയാണ് അഡ്മിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നത്, അത് ഡിസേബിൾ ചെയ്യും. സോ ഇഫ് യു സീരിയസ്ലി പ്ലാനിങ് അഗൈൻ ഐ റെക്കമെൻഡ് യു, അല്ലെങ്കിൽ ഐ സജസ്റ്റ് യു ടു ടേക്ക് ദ അഡ്മിഷൻസ് ടുഡേ ഇറ്റ് സെൽഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസിലറായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. വി ആർ ഹാപ്പി ടു ആൻസർ യു. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും നിങ്ങളുടെ സബ്ജക്റ്റും എന്ത് ചെയ്യാം. Is it okay if I allowed just 1 hour of studying for CSIR net? I missed the first 30 minutes of the webinar. Aisha, okay, Shadia, I've shared the number. Okay, Aisha, see again 1 hour എന്നുള്ളത് see നമുക്ക് ഇറ്റ് ഡിപ്പെൻസ് ഓൺ അവർ, എന്താ പറയുക, നമുക്ക് എത്രത്തോളം ബാഡ്ലി ഇത് വേണം എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കുന്നത്. മാമിന് അക്കാഡമിക് സൈഡിൽ ഒരു ആൻസർ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മോസ്റ്റ്ലി വർക്ക് ഓൺ ദ മൈൻഡ് സെറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇത്ര ടൈം പഠിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യരുത് ഒരിക്കലും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ നമുക്ക് ആത്തിക എന്ന് പറഞ്ഞ ഒരാളുണ്ട്, JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ആത്തികയുടെ കേസിൽ ആത്തിക മദറാണ്. അതേപോലെ തന്നെ എന്താ പറയാ, മാരേജ് കഴിഞ്ഞ് ഒരു കുട്ടി കാര്യങ്ങളുണ്ട്, ഹസ്ബൻഡിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രഗിളിലൂടെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളെ സംബന്ധിച്ചിട്ട് കിച്ചണിലുള്ള സമയത്ത് ഓഡിയോ ആയിട്ട് കേട്ടിട്ട് പഠിക്കും, വായിച്ചിട്ട് പഠിക്കും. ആൾക്ക് എവിടെയൊക്കെ ഗ്യാപ്പ് കിട്ടുന്നു അവിടെയൊക്കെ ഇരുന്ന ആളിത് യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഫിക്സഡ് 1 hour ഇരിക്കുന്നതിനുപരി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ പറയട്ടെ, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മനസ്സിലാവും. അത് ഒരു നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ ടെക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഈവൻ ദ കോണ്ടന്റ് ആസ് വെൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സിറ്റുവേഷൻസിലും, ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പഠിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. വർക്കിനിടയിൽ ഗ്യാപ്പിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ദർ ഇസ് സംബഡി ഓൾവേസ് ഔട്ട് ദർ പ്രിപ്പയറിംഗ് ബെറ്റർ ദാൻ യു. ഇപ്പം സിത്താര 1 hour പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആയിഷ 1 hour പറയുകയാണെങ്കിൽ, ബി സംബഡി ഹൂസ് പ്രിപ്പയറിംഗ് 2 hour അല്ലെങ്കിൽ 3 hour പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. യു ഹാവ് ടു ഔട്ട് പെർഫോം ദം. അപ്പൊ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു ആസ്പെക്ട് എപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, അവരെക്കാളും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ലെറ്റ്സ് സേ ഇതിന് ഒരു പ്രോപ്പർ ആൻസർ ഇല്ല ആയിഷ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയിഷ മേ ബി വെരി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചോ. ആയിഷ ഒരു 99% മേടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി ആയിഷയ്ക്ക് ലെസ് ടൈം മതി. ഇപ്പൊ എന്നെ പോലത്തെ ഒരാൾ, ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ല എന്ന് വെച്ചോ, എനിക്ക് 60% 50% ഡിഗ്രി ഞാൻ കഷ്ടപ്പെട്ട് പാസ്സായ ഒരാളാണെന്ന് വെച്ചോ, എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ 4 മണിക്കൂർ ഇരിക്കേണ്ടി വരും ഞാൻ ആ ആയിഷ ഒരു 1 hour കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ടോട്ടലി അപ് ടു യുവർ ഇന്റലിജൻസ് ലെവൽ. അതിനാണ് ഞാൻ പറഞ്ഞത്, വൺസ് നിങ്ങൾ എൻറോൾ ആവുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി ചെക്ക് ചെയ്യുന്നത് നിങ്ങളും JRF തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. only post that we will be able to tell you like 1 hour ഇരുന്നാൽ മതി, അല്ലെങ്കിൽ 3 മണിക്കൂർ ഇരിക്കണോ 5 മണിക്കൂർ ഇരിക്കണോ എന്നുള്ളത്. മേ ബി ഡിസംബറിലേക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാവ് ടു ഗോ ഫോർ എക്സ്റ്റെൻഡഡ് ബാച്ച്. അതിലേക്ക് വരുന്ന ഈ ഒരു ചെറിയൊരു ടൈം വെച്ചിട്ട് ആയിഷയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. എഗെയിൻ ഇതില് എനിക്കറിയാം നമുക്കിവിടെ ഒരു മോംകാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ മാം. മോംകാസ്റ്റിന്റെ പ്രോഗ്രാംസ് ഉണ്ട്, മദേഴ്സ് ഓൺലി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. കാരണം എഗെയിൻ ടു ഇൻസ്പയർ, നിങ്ങൾ അതേ സിറ്റുവേഷൻസിലോടും നിങ്ങളെക്കാളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലോടും പോയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കഹാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അല്ലെ, ക്യാമ്പസിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് JRF ക്ലിയർ ചെയ്തിട്ടൊരു ആളാണ്. അപ്പം വി കനോട്ട് ബ്ലെയിം അവർ സിറ്റുവേഷൻസ്. കാരണം പല ആളുകൾ പല സിറ്റുവേഷൻസിലോട്ട് വന്നതാണ്. എനിക്ക് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ആരും നമുക്ക് JRFും കാര്യങ്ങളും കൊണ്ടുതരില്ല. വിൽ ഹാവ് ടു പുട്ട് ഇൻ ദ എഫേർട്ട് വാട്ട് എവർ ഇറ്റ് ടേക്സ്. അതാണ് ഇതിന്റെ ലോജിക്. അപ്പൊ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കാൻ റെഡി ആയാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഈസി ബട്ട് നോട്ട് സിമ്പിൾ ഐ വുഡ് സേ. അല്ല, ഈസി ബട്ട് നോട്ട് സിമ്പിൾ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണോ അതിന് എഫേർട്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ചിലപ്പം ആയിഷയ്ക്ക് 5 മണിക്കൂറാണ് പഠിക്കേണ്ടത്, 5 മണിക്കൂർ ചിലപ്പോൾ ആയിഷ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഷാദിയുടെ കേസിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ശരിയായിട്ടുള്ള ഒരു സമയം വന്ന് നിങ്ങൾ പഠിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, അങ്ങനെ സമയമില്ല, ആർക്കും ഇല്ല. നമുക്ക് ഒരു കാര്യങ്ങളും ഒരു റൈറ്റ് ടൈം വന്നിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ റൈറ്റ് ടൈം വന്നിട്ട് ചെയ്യാനില്ല. ഇതിലാകെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഡിസിഷൻ എടുത്ത് അടുത്ത ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നൗ യു മൈറ്റ് ബി ടേക്കിംഗ് എ റോങ് ഡിസിഷൻ. ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഡിസിഷനും ആയിരിക്കും ഷാദി എടുക്കുന്നുണ്ടാവുക. അതിനും എനിക്ക് പ്രോമിസ് തരാൻ വേണ്ടി പറ്റില്ല. ബട്ട് ടേക്ക് ദ ഡിസിഷൻസ്. പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 എടുത്തിട്ട് 2 സക്സസ്ഫുൾ ആക്കാൻ നോക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു വിൽ ഗോ ഫോർവേഡ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെ വീണ്ടും വന്നിട്ട് എൻ്റെ ചെയ്യും, അടുത്ത വർഷം നോക്കാം, അടുത്ത വർഷം നോക്കാം, അങ്ങനെ 5 വർഷം 6 വർഷം നമുക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി ഈ എക്സാംസ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയ ആളുകളോടാണ്, നോട്ട് ഫോർ ദ എൻറോൾമെന്റ് പർപ്പസ്. നിങ്ങൾ ഓൾറെഡി 4 തവണ 5 തവണ എഴുതി നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ കോച്ചിങ്. ഞാൻ പറയുന്നത് എയ്ഫറിൽ തന്നെ പോകണമെന്നില്ല.
വാട്ട് എവർ ഓഫ് പ്ലാറ്റ്ഫോം ഓഫേഴ്സ് യു ദ ബെസ്റ്റ് ട്രെയിനിങ്, അവിടേക്ക് നിങ്ങൾ പോയിട്ട് അത് ചെയ്യണം. കാരണം നമ്മൾക്ക് ഒരു ത്രഷോൾഡ് ഉണ്ട്. നമ്മൾ അതിന്റെ മുകളിൽ എത്ര എഫേർട്ട് എടുത്താലും ചിലപ്പോൾ 5 മാർക്ക് 10 മാർക്ക് കൂടുക. ഞാനിത് ചുമ്മാ ബ്ലഫ് ചെയ്യുന്നല്ല, ബേസ്ഡ് ഓൺ അവർ ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമുക്ക് ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസും ഇവിടുത്തെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ആ റെക്കോർഡ്സ് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് 5-10 മാർക്കിന്റെ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ബട്ട് എന്താ പറയുക, നിങ്ങൾ നേരെ മറിച്ച് ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ പോകുമ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ചേഞ്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് 10-20 മാർക്സിന് ഡിഫറൻസ് വരും. അവിടെയാണ് നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഐ തിങ്ക് ആയിഷ, ഷാദിയ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ടാവും. നമ്മുടെ ഗോൾ ഷുഡ് ബി ലൈക്ക് ഒരു JRF ആസ്പിറന്റ് ആവുക എന്ന് പറയുന്നത് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. മോർ ദാൻ മോണിറ്ററി ബെനിഫിറ്റ്, അത് നമുക്കൊരു സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് നമുക്ക് കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി പറ്റും ലൈഫിൽ. ആൻഡ് കുറച്ചും കൂടി ഡിഗ്നിറ്റി ഉള്ള ഒരു പ്രൊഫൈലിലോട്ട് പോകാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് തിങ്, എവിടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കരിയറിൽ ഒരു വലിയൊരു ഗ്രാഫ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാം ആണത്. ഇഫ് യു ഗിവ് ഇൻ ദ റൈറ്റ് ടൈം, ഗിവ് ഇൻ ദ റൈറ്റ് പ്രിപ്പറേഷൻ, ഇഫ് യു പുട്ട് ഇൻ ദ റൈറ്റ് എഫേർട്ട്. ക്ലിയർ ആയി? ഞാൻ കുറച്ച് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ബിക്കോസ് ഐ സീൻ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, നിങ്ങളെപ്പോലെ ഒരുപാട് സ്റ്റുഡൻസിന് നമ്മൾ ഡെയിലി ബേസിസ് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ആൻഡ് ഹാവ് ദ ഗട്സ് ടു ടേക്ക് ദ ഡിസിഷൻസ് എടുക്കാൻ പേടിയുള്ള ആളുകളാണ് നമ്മൾ മിക്ക ആളുകളും, അല്ലേ? കാരണം എന്താ, വി ആർ നോട്ട് യൂസ് ടു ഇറ്റ്. ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ ഫ്രണ്ടിന് ആവശ്യം ഉണ്ടാവും ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ പേടിയുള്ള ആളുകളാണ് നമ്മൾ. ബട്ട് ഡിസിഷൻസ് എടുക്കുന്ന ആളുകളാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. മുമ്പോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെടുത്ത ഓരോ ഡിസിഷനാണ് നിങ്ങളിവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ആ ഡിസിഷൻ എടുത്തിട്ട് ധൈര്യത്തോടെ എടുക്കുക. വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താണ്? കുറച്ച് പൈസ പോകും, വേറെ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല, അല്ലേ? വേറെ എന്താ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താ ഉണ്ടാവുക? പൈസ പോയാൽ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാം. ബട്ട് ടൈം എന്ന് പറഞ്ഞൊരു ഫാക്ടർ നിങ്ങൾക്ക് ഒരിക്കലും വീണ്ടും റിക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ മൈ ഓൺലി സജഷൻ ഓർ അഡ്വൈസ് ഈസ് നോട്ട് ടു വേസ്റ്റ് യുവർ ടൈം. വാട്ട് എവർ ടൈം യു ആർ ഹാവിംഗ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. കാരണം നോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരും തട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഡിസംബർ ഫെയിൽ ആയി നിങ്ങൾക്ക് അഗെയിൻ യു ക്യാൻ ട്രൈ ഫോർ നെക്സ്റ്റ് ജൂൺ കിട്ടില്ല, അടുത്ത ഡിസംബർ. അതാണ്, ദാറ്റ് ഷുഡ് ബി ദ മൈൻഡ് സെറ്റ്. മനസ്സിലായില്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ എം റെഡി ടു ആൻസർ. ഫർസാന മാം, ഡു യു വാണ്ട് ടു ആഡ് ഓൺ സംതിങ്? യെസ് ഡെഫിനറ്റ്ലി നമുക്ക് CSERന്റെ ഒരു കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം മാത്രമല്ല, ഞാൻ ആക്ച്വലി അത് വിട്ടുപോയതാണ്. യു ഹാവ് ടു അറ്റൻഡ് മെനി ഓഫ് ദ ഫെലോഷിപ്പ് എക്സാം ഓൾസോ. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ബാർക്ക് പറഞ്ഞു ലൈക്ക് ദാറ്റ് ICMR ഉണ്ട്, അതുപോലെ തന്നെ ഐക്കർ, ഡിഫറെന്റ് സബ്ജക്റ്റിൽ ഐക്കർ കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകൾ ഉണ്ട്. ഗേറ്റ്, ലൈഫ് സയൻസ്, എക്കോളജി, ബയോടെക്നോളജി പോലെയുള്ള ഒരുപാട് ഓൾ ഇന്ത്യ ലെവൽ ഓഫ് എക്സാമുകൾ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പ്രിപ്പറേഷനിൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഞാൻ പേഴ്സണലി അവർക്ക് കോച്ചിങ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഐക്കർ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓരോ ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ്. അപ്പൊ അവർക്ക് അതിന്റെ PYQs വേണ്ട ഗൈഡൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഓൾ ദ പാർട്ട് ഓഫ് ദിസ്. ഓക്കെ, ആൻഡ് ഐഷനോട് എനിക്ക് പറയാനുള്ളത്, മീൻസ് ആളിവിടെ ഉണ്ടോന്ന് അറിയില്ല. ഐഷ ഇപ്പൊ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്തത് CSER എന്നൊരു ഡ്രീം ഉള്ളിൽ എവിടെയോ ഉള്ളതുകൊണ്ടാണല്ലോ, അല്ലെ? ആ ഒരു പാഷൻ ഉള്ളിൽ അവിടെ ഉണ്ട്. സോ ഇപ്പൊ എന്റെ ഒരു കേസ് ആണെങ്കിലും ഞാൻ 19ാമത്തെ വയസ്സിൽ അമ്മയായിട്ടുള്ള ആളാണ്. എന്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ കുഞ്ഞുങ്ങളുണ്ട്. ഇവൻ എന്തോ ഇപ്പോഴും എനിക്ക് ചെറിയൊരു മോള് 2 ഇയർ ബേബി ഉണ്ട്. സോ ആ ഒരു മീൻസ് നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ലൈക്ക് ദാറ്റ്, ഇതുപോലെ തന്നെ ഫുൾ നമ്മൾ വീട് കൊണ്ട് നടക്കണം ലൈക്ക് ദാറ്റ് ഓൾ. ബട്ട് സ്റ്റിൽ ആ ഒരു തീ ഉള്ളിൽ CSER, ഐക്കർ എന്നൊക്കെ പറഞ്ഞ്, ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ എക്സാമുകൾ ഉള്ളിൽ ഇങ്ങനെ പുഷപ്പ് ചെയ്തുകൊണ്ടിരുന്നോണ്ടാണ് ആ ഒരു കരിയർ അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അത് നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് അത് വലിയ അനുഗ്രഹങ്ങളായിട്ട് കാണാം. നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങാം. ഓക്കെ, ലൈക്ക് ദാറ്റ്. താങ്ക് യു. ഓൾറൈറ്റ്. സോ മാം, ഐ ഗസ് ഇപ്പം കുറെ പേർക്ക് നമ്പർ ഷെയർ ചെയ്തു. ഇനി ആർക്കെങ്കിലും നമ്പേഴ്സോ കോൺടാക്റ്റോ ഷെയർ ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു ഷെയർ. ഞാൻ ഇവിടെ നമ്മുടെ നമ്പറും കൂടി ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ കോൾ ഇൻ ദോസ് നമ്പർ ആസ് വെൽ. ഓൾറൈറ്റ്. സോ എവ്രി വൺ അഗെയിൻ താങ്ക്സ് ഫോർ ജോയിനിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു ആൻഡ് സി യു ഇൻ ദ മോർ ക്ലാസ്സസിലോട്ട് കാണാം, അല്ലേ മാം? ഓൾറൈറ്റ്, ചലോ ബൈ. താങ്ക് യു സോ മച്ച് മാം.